ഇങ്ങനൊരു പേരെടുത്ത് ഈ പെൺകുട്ടിക്ക് ഇടാൻ കാരണം? വീട്ടിൽ എല്ലാവർക്കും അപൂർവമായിട്ടുള്ള പേര്. ചേച്ചിയുടെ പേര് പല്ലവി പ്രിജിത്ത് എലിസബത്ത് ജോസഫ്. പല്ലവി പ്രിജിൽ എലിസബത്ത് ജോസഫ് എന്നൊക്കെ വിളിക്കാൻ ഭയങ്കര പാടായിരിക്കില്ലേ? ഭയങ്കര പാടാണ് സാർ. കല്യാണം കഴിച്ചത് തന്നെ ഒരു പാട്ടിലൂടെയാണെന്നും കേട്ടു. ആണ് പാട്ടാണ്. വേഗം പോയി അങ്ങ് ഒത്തിയോടെ ഒരു കൂടി അങ്ങ് അടിച്ചു മാറ്റിയാലോ? കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് മൈജി ഫ്ലവേഴ്സ് 1 കോടി. ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഒരാളൊരു വീട്ടിൽ പെണ്ണ് കാണാൻ പോയി. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് മാതാപിതാക്കൾ പറഞ്ഞു, പെൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവൾ മുറിയിലുണ്ട്. ഇത് കേട്ടതും കല്യാണം കഴിക്കാൻ താല്പര്യപ്പെട്ടു പോയ ചെറുപ്പക്കാരൻ പെൺകുട്ടിയുടെ മുറിയിലേക്ക് ചെന്നു. നിമിഷങ്ങൾ കഴിഞ്ഞില്ല, പെൺകുട്ടി കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പോയി. എന്നിട്ട് മാതാപിതാക്കളോട് പറഞ്ഞു, ഇയാളെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ മുറിയിലേക്ക് വീണ്ടും കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ തലയൊക്കെ കൊമ്പിട്ട് ഈ കല്യാണം കഴിക്കാൻ വന്ന പയ്യനും പുറത്തിറങ്ങിപ്പോയി. അപ്പോ പയ്യന്റെ കൂടെ വന്ന ആൾക്കാർ ചോദിച്ചു, നീ എന്തെങ്കിലും ആ പെൺകുട്ടിയോട് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ അവളെന്താ ഇത്രയും ദേഷ്യത്തിൽ നിന്നെ വേണ്ടാന്ന് പറയാൻ കാരണം? ഞാൻ ആകെ ചോദിച്ചത്, ഭിത്തിയിൽ യൂണിഫോം ഇട്ടൊരു ഫോട്ടോ കണ്ടപ്പോ കുട്ടിയുടെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു എന്ന് ചോദിച്ചു. ഇത് കേട്ടതും കുട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ പെൺകുട്ടിയുടെ മാതാവ് കുട്ടിയോട് ചോദിച്ചു, മോളെ നിനക്കെന്താ പയ്യനെ ഇഷ്ടപ്പെടാഞ്ഞെന്ന് ചോദിച്ചാൽ പറഞ്ഞു, സുഭാഷ് ചന്ദ്രബോസിന്റെ പടം കണ്ടപ്പോ എന്റെ അച്ഛനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു പൊട്ടന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അറിവ് എപ്പോഴും ജീവിതത്തിൽ ഗുണം ചെയ്യും. അറിവിന്റെ മഹാവേദിയാണിത്. ഇന്ന് ഈ വേദിയിൽ എന്നോടൊപ്പം മത്സരിക്കാൻ എത്തുന്നത് കോട്ടയം കുറുവിലങ്ങാട്ടി ഒരു +2 വിദ്യാർത്ഥിനിയാണ്, പുണ്യ തെരേസ ജോസഫ്. പക്ഷികളും മൃഗങ്ങളും ഫലവൃക്ഷങ്ങളും നിറവാർന്നു നിറയുന്ന പുണ്യം നിറഞ്ഞ മണ്ണിലാണ് പുണ്യ തെരേസ ജോസഫ് എന്ന +1 കാരിയുടെ പ്രതീക്ഷകൾ പച്ചപിടിക്കുന്നത്. വൈക്കം സെന്റ് സേവിയേഴ്സ് കോളേജിലെ പ്രിൻസിപ്പളായി വിരമിച്ച ജോസഫ് അഗസ്റ്റിൻ എന്ന പ്രകൃതി സ്നേഹിയായ പിതാവിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ വീടും പരിസരവും. പാലാ മരങ്ങാട്ടുപള്ളി മണ്ണക്കനാട് ഈഴക്കുന്നേൽ ജോസഫ് അഗസ്റ്റിന്റെയും എൽസിയുടെയും 3 മക്കളിൽ ഇളയവളാണ് പുണ്യ. ഇപ്പോൾ കുര്യനാട് സെന്റ് ആൻഡ് സ്കൂളിൽ +1 തുടക്കം കുറിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ്. വീടും പറമ്പും നിറയുന്ന പച്ചപ്പും പശ്ചാത്തലവും ഒരു ചലച്ചിത്ര ദൃശ്യം പോലെ നിത്യഹരിതമാകുമ്പോൾ ആശങ്കകളില്ലാത്ത ഒരു പുതുമുഖ താരത്തിന്റെ പ്രസരിപ്പോടെ പുണ്യ എന്ന പെൺകുട്ടി പ്രകൃതിയിൽ നിന്നും പുതിയ അറിവുകൾ പഠിക്കുകയാണ്. സ്നേഹം നിറയുന്ന കുടുംബ ബന്ധങ്ങളുടെ ഹരിത താഴ്വരയിൽ നിന്നും പുതിയ പ്രതീക്ഷകളുടെ ഉയരങ്ങൾ തേടി ഫ്ലവേഴ്സ് 1 കോടിയിലേക്ക് പുണ്യ തെരേസ ജോസഫ് ഫ്രം മരങ്ങാട്ടുപള്ളി. ഹായ് പുണ്യ. ഹലോ സർ. പുണ്യം കിട്ടും. ഈ പേരിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തന്ന. പുണ്യ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഡിവൈൻ ആയിട്ടുള്ള ഇങ്ങനൊരു പേരെടുത്ത് ഈ പെൺകുട്ടിക്ക് ഇടാൻ കാരണം? അമ്മയാണ് ഇട്ടത്. അമ്മ വന്നിട്ടുണ്ടല്ലേ കൂടെ? അമ്മയോട് ഞാനൊന്ന് ചോദിക്കാം, എന്തിനാ ഇങ്ങനെ പേരിട്ടത്? വളരെ റയർ നെയിമാണല്ലോ. വീട്ടിലുള്ളവരുടെക്കെല്ലാം ഇങ്ങനെ അപൂർവമായ പേരുകളുണ്ടോ? വീട്ടിൽ എല്ലാവർക്കും അപൂർവമായിട്ടുള്ള പേര്. എത്ര കുട്ടികളുണ്ട് നിങ്ങള്? ഞങ്ങള് 3 കുട്ടികളാണ്. ചേച്ചിയുടെ പേര് പല്ലവി പ്രിജിത്ത് എലിസബത്ത് ജോസഫ്. പല്ലവി പ്രിജിത്ത് എലിസബത്ത് ജോസഫ്. ഇത് പല്ലവി പ്രിജിൽ എലിസബത്ത് ജോസഫ് എന്നൊക്കെ വിളിക്കാൻ ഭയങ്കര പാടായിരിക്കില്ലേ? ഭയങ്കര പാടാണ് സാർ. അടുത്ത ആള് മെർവിൻ അങ്ങനെയാണ് പറയണതാണ് പറഞ്ഞേ. മെർവിൻ റോമൽ അഗസ്റ്റിൻ ജോസഫ്. എന്റെ അമ്മ, അങ്ങനെ പറയണമെന്ന് ആരാ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടത്? അങ്ങനെ പറഞ്ഞത് മെർവിൻ തന്നെ പഠിപ്പിച്ചു. അപ്പൊ മെർവിനും പല്ലവിയും നമുക്ക് വിളിക്കാം. അതിൽ കൂടെ ഇത് പുണ്യം വിളിക്കാം അല്ലേ? ഇത് അറ്റ്ലീസ്റ്റ് വലിയ കുഴപ്പമില്ല. പുണ്യ തെരേസ ജോസഫ് ഓർമ്മ വരും. പറയൂ കുട്ടേട്ടാ. ആദ്യമായിട്ടാണ് ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിൽ ഒരു മത്സരാർത്ഥി വന്ന് കുട്ടേട്ടനെ മൈൻഡ് ചെയ്ത് പോയത്. അയ്യോ, കുട്ടേട്ടനെ മൈൻഡ് ചെയ്യാതിരിക്കരുത്, പറഞ്ഞു തരത്തില്ല. അതെന്നെ മൈൻഡ് ചെയ്യാഞ്ഞോ? കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ RT-PCR എടുക്കാൻ പോയി ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കിനും അവിടെ ഉള്ളൊരു ചേച്ചി ചോദിച്ചു, എന്താണ് സിംറ്റം എന്തെങ്കിലും ഉണ്ടോന്ന്. എനിക്കത് സിംറ്റം ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, മൈജി ഫ്ലവേഴ്സ് 1 കോടി. പറഞ്ഞു, അയ്യോ ആ പ്രോഗ്രാം ഞങ്ങൾ എന്നും കാണുന്നയാ, പക്ഷെ അവിടെ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ നാട്ടുകാരും എല്ലാരും വന്നിങ്ങനെ നിക്കണല്ലേ ഇവിടെ, പുറകിൽ കൊണ്ടുപോയി ഒരു കൊച്ചു പയ്യനെ ഡ്രസ്സൊന്നും ഇടിക്കാത്ത എന്താ നിശ്ചയെന്ന് ചോദിച്ചല്ലേ. സങ്കടം ഉണ്ട്. അതും അതിലും സങ്കടം.
ഞാൻ ബോസിനോട് എത്ര തവണയായി പറയുന്നു ആ. എനിക്കൊരു ഡ്രസ്സ് മേടിച്ചു തരാൻ. ഞാൻ ഒരു മത്സരാർത്ഥിയോട് പറഞ്ഞല്ലോ പാന്റ് ഏൽപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ ഒന്ന് പരിചയപ്പെട്ടത്. കുട്ടേട്ടാ, ഇതാണ് പുണ്യ തെരേസ ജോസഫ് ഫ്രം കുറവിലങ്ങാട്. നമസ്കാരം പുണ്യ തെരേസ ജോസഫ്. നമസ്കാരം പുണ്യ കുട്ടേട്ട. നന്നായിട്ട് മത്സരിക്കുക. 1 കോടി രൂപ ലഭിക്കട്ടെ. കുട്ടേട്ടൻ ഒരു ഡ്രസ്സ് മേടിച്ചിരിക്കുക. ഈ 1 കോടി രൂപ കിട്ടിയ കുട്ടേട്ടന് പാന്റ് വാങ്ങിച്ചു കൊടുക്കുവോ? ഉറപ്പായിട്ടും. ഉറപ്പല്ലേ? അതും ത്രിബിൾ എടുത്താ കിട്ടുമോ? ഞാൻ തയ്പ്പിക്കണം തോന്നുന്നു. തയ്പ്പിക്കണം. എന്തായാലും തയ്പ്പിക്കണം. ഇത് അത്ര എളുപ്പമല്ല. കുട്ടേട്ടന്റെ സൈസ് എത്രയാ? എത്രയാണ് കുട്ടേട്ട? 104. 104. ഒരു ജന്മം കണ്ണാടി കൂടി വേണ്ടി വരും. റൈബാൻ ഗ്ലാസ്. റൈബാൻ ഗ്ലാസ്. ഓക്കെ, അപ്പൊ മോളൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കണം. ഉറപ്പായിട്ടും 1 കോടി കിട്ടുവാണെങ്കിൽ മാത്രം മതി. 1 കോടി കിട്ടുവാണെങ്കിൽ മാത്രം മതി. ഓക്കെ, അത് മതി. പുണ്യ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടല്ലോ. ആദ്യം ഇരിക്കുന്നത് മെർവിൻ റോമൽ അഗസ്റ്റിൻ ജോസഫ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മെർവിൻ എന്ന് പറയല്ലേ? മെർവിൻ. മെർവിൻ ആണല്ലേ? മെർവിൻ. മെർവിൻ എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാൻ ഇൻഫോസിസ് വർക്ക് ചെയ്യുക. ഈ പേര് ഇങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണല്ലോ. ആക്ച്വലി അപ്പനാണെങ്കിൽ പ്രൊഫസറാ. അപ്പന്റെ പേരെന്തായിരുന്നു? ജോസഫ് അഗസ്റ്റിൻ. അമ്മയാണ് അല്ലേ? എന്താ പേര്? LCK ജോൺ. LCK ജോൺ. ടീച്ചറായിരുന്നു. അതെ, ഞാൻ ടീച്ചർ. കേട്ടിട്ടുണ്ട്. ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. നമ്മുടെ പ്രൊഫസർ അധ്യാപനം കഴിഞ്ഞ് കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോ ടെൻഷൻ ഉണ്ടോ? ഇല്ല, ഇല്ല. ഞാനും വളരെ ഇൻട്രസ്റ്റഡ് ആണ്. താങ്കള് കർഷക അവാർഡ് കിട്ടിയ ആളാണ്. ഏത് വർഷമായിരുന്നു? ലാസ്റ്റ് ഇയറില് സർക്കാരിന്റെ ആയിരുന്നോ? അക്ഷയശ്രീ അവാർഡ്. ഓക്കെ, കോട്ടയം ജില്ല. കുഴപ്പമില്ല. എന്തൊക്കെ കൃഷി ചെയ്യും? ഞങ്ങൾക്ക് 10 തരം സാധനങ്ങളുണ്ട്. ആ ആട്, പശു, കോഴി, താറാവ്, മുയല്, വൻതേൻ, ചെറുതേൻ, ആ മീന്. ഇതൊക്കെ വിൽപ്പനയ്ക്ക് വേണ്ടിയാണോ അതോ നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് വളർത്തുന്നതാണോ? കൂടുതലും ഇൻട്രസ്റ്റ് കൊണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് വളർത്തുന്ന. അതെ. എന്നാലും നാട്ടുകാർ അവിടെ ഉപഭോക്താക്കളൊക്കെ എത്തിച്ചേരുവോ? കുറെ പേരൊക്കെ വരും. ഉണ്ട്. താങ്കൾ? എന്റെ പേര് ടോമി ജെയിംസ് എന്ന്, ഉണ്ണിയുടെ അങ്കിളാണ്. അപ്പൊ ഇപ്പൊ എവിടെ താമസിക്കുന്നു? ഞങ്ങൾ വൈക്കത്ത് താമസിക്കുന്നു. ഓക്കെ. ചീഫ് റിസർവേഷൻ സൂപ്പർവൈസർ ആയിട്ട് റെയിൽവേയിൽ നിന്ന് റിട്ടയർ ആയി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തുടങ്ങാം. നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ നമ്മൾ തുടങ്ങുകയാണ്. പുണ്യ എന്തോ തകർത്ത് പൊളിക്കാനായിട്ട് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, പുണ്യ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് പുണ്യ നമുക്ക് ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ടെൻഷൻ ഉണ്ടോ അവിടെ വന്നപ്പോ? കുറച്ച്. അപ്പൊ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ആ ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ ടെൻഷൻ കൂടും മിക്കവാറും. നവോദയ സ്കൂളിലെ സ്റ്റുഡന്റ് ആയിരുന്നല്ലേ? അതെ, അതെ. ഒട്ടും താല്പര്യമില്ലായിരുന്നു അവിടെ പഠിക്കാൻ. ഹോസ്റ്റലായിരുന്നോ? ഹോസ്റ്റലായിരുന്നു. എന്താ താല്പര്യമില്ലാത്തത്? ഞാനിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇവര് വലിയ ചേട്ടനും ചേച്ചിയല്ലേ, ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പൊന്നോമനായിട്ട് ഇങ്ങനെ വളർന്നു വന്നതാണ്. ലാസ്റ്റ് പെട്ടെന്ന് ഒരു സാഹചര്യത്തോട്ട് പറയുമ്പോ ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ അപ്പൊ സ്കൂളിൽ പോകാൻ താല്പര്യമില്ലായിരുന്നോ? ഉഴപ്പിയോ? അപ്പൊ ഉഴപ്പില്ല. അവിടെ പിന്നെ നമുക്ക് പഠിച്ചേ പറ്റൂ. ഈ പല്ലിന് കമ്പി ഇട്ടിട്ടുണ്ടോ? ഈ കമ്പി ഇട്ടത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാനാണെന്ന ഒരു ഖ്യാതി ഉണ്ടല്ലോ. സത്യമാണോ? കുറച്ചൊക്കെ ആണ് അല്ലേ? നവോദയ സ്കൂളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല്ലിന് കമ്പി ഇട്ടു. ഈ പല്ലിനാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ധാരാ കമ്പി ഇട്ട് തന്നത്? നടുക്കിരിക്കണ ഓറഞ്ച് സാരി ആണ്. ഓറഞ്ച് സാരി. അത് ആര് പാർട്ടി? അങ്ങനത്തെ പാർട്ടിയാണ്. കരഞ്ഞൊക്കെപ്പോഴത്തേക്കിനും സങ്കടം വന്നിട്ട് തന്നു. ഇട്ട് തന്നു. അവന് എല്ലാ മാസം എനിക്ക് ഇതിനെ കാണാലോന്ന്. വീട്ടിൽ വരുന്ന അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നല്ലേ? ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ പേരല്ലേ നവോദയ സിറ്റിസൺ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ, നവോദയ എന്ന് പറയുമ്പോ തന്നെ ഒരു വിലയല്ലേ? ഏറ്റവും നല്ല ഒരു വിലയിൽ നില ഉണ്ടായി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്കിപ്പോ റിലാക്സ് ആയി അറിയാൻ വേണ്ടി ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കുട്ടേട്ടാ പ്ലീസ്, ഹാർട്ട് ബീറ്റ്. ഇഷ്ടം പോലെ. അയ്യോ, കുറയ്ക്ക്. 156 ഒന്നും വേണ്ട കേട്ടോ. 100 അറൗണ്ട് മതി കേട്ടോ. ഓക്കെ, ഇപ്പൊ കുറയും. അപ്പൊ ഒരു കാര്യം, ഞാൻ കുഞ്ഞിരാമന്റെ വെള്ളം കുടിച്ചാൽ അത് കുറയണം. കുഞ്ഞിരാമ വാട്ടർ സപ്ലൈ. കുഞ്ഞിരാമന്റെ വെള്ളം കുടിച്ചാൽ ഹാർട്ട് ബീറ്റ് താനേ കുറയും. ഓക്കെ, സ്വർണ്ണക്കുടത്തിലേക്കാണ്. മോള് റിലാക്സ് ആയിരിക്കും കേട്ടോ. കുഞ്ഞിരാമ വീട്ടിൽ പോയിക്കോളൂ. മോൾക്ക് കുഞ്ഞിരാമനെ വേണോ? ഏറ്റവും അടുത്ത കൂട്ടുകാരി ആരാ മോളുടെ? തേജ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, എങ്ങനെ മത്സരിക്കണം? 10 ചോദ്യങ്ങളുടെ 1 കോടിയോ 20 ചോദ്യങ്ങളുടെ 1 കോടിയോ? 20 ചോദ്യങ്ങളിലൂടെ 1 കോടി. അതെന്താ അത്? മോൾക്ക് ഇപ്പൊ മോള് കണ്ടിട്ട് ഇത്തിരി സ്മാർട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ 10 ചോദ്യങ്ങളുടെ ടീച്ചറമ്മേ അതുപോലെ അല്ല, 20 ചോദ്യം ഉത്തരം ചെയ്ത് പോകാം. അങ്ങനെ പോകുന്നതാണോ നല്ലത്? സാറിനോട് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാലോ. ഓക്കെ, അപ്പൊ അത് ഞാൻ നിന്നാ പോരെ മോളോട് കുറച്ച് നേരം? നിക്കുവോ? 10 ലക്ഷം എടുത്താൽ നിക്കും. ഓ, എന്തായാലും മോള് പറഞ്ഞാൽ നിക്കും. നേരം വിളിക്കുന്നവരാണ് നിക്കും. റെഡി? 20 ചോദ്യം എടുത്തിട്ടും സാറ് നിന്നോ? അങ്ങനെ നിന്നു അല്ലേ? അങ്ങനെ നിൽക്കാം. പുണ്യം കിട്ടുക നാവിന്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇങ്കർ മോണിറ്റർ. മോളൊരു കൊച്ചു കൃഷിക്കാരിയാണോ? അതെ. എന്തൊക്കെ കൃഷി ചെയ്യാൻ അറിയാം മോക്ക്? പശുവിനെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കെട്ടുക,
അതൊക്കെ പറ്റുമോ? ആ. പശുവിനെ കറക്കാൻ പറ്റുമോ? കറക്കില്ല, അത് കുത്തണ പശുവാണ്. ആടിനെ കറക്കൂ? ആട് പുറകേന്ന് പശു ചവിട്ടണ പുറംകാലി ആടാണ്. കൊണ്ട് തൊഴിച്ചിട്ടുണ്ടോ? എന്നെ തൊഴിച്ചിട്ടില്ല, അമ്മയെ തൊഴിച്ചിട്ടുണ്ടോ? അമ്മേനെ തൊഴിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ തവണ. അടുക്കള പണി വല്ലതും അറിയാമോ? അതിന്റെ കുറച്ചൊക്കെ ആവശ്യമില്ല. എന്നാലും കുറച്ചൊക്കെ അറിയാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കൃഷിപ്പണി അറിയാമെന്നുള്ള ധാരണയിലാണ്. ഒരു കാർഷിക കുടുംബമല്ലേ? ഈ കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിയാകുമ്പോൾ ചില ടേസ്റ്റ് ആവുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം. ഇനി പറയുന്നതിൽ സസ്യത്തിന്റെ ഇല ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ കാപ്പി, ഓപ്ഷൻ ബി മോര്, ഓപ്ഷൻ സി ചായ, ഓപ്ഷൻ ഡി പാല്, ഓപ്ഷൻ ഇ പനിനീര്. സസ്യത്തിന്റെ ഇല ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആ സാർ ഓപ്ഷൻ സി ചായ ലോക്ക് ചെയ്യാം. പൂട്ടാം. പൂട്ടാം സാർ. അത് ശരിയായിരിക്കോ? ശരിയാണ്. ടീച്ചർ അത് ശരിയായിരിക്കോ? തീർച്ചയായും ശരിയാണ്. ആണ്. അപ്പൊ പനിനീര് എങ്ങനെ ഉണ്ടാക്കുന്നത്? റോസാപ്പൂ അല്ലേ? റോസാപ്പൂവിന്റെ എതളാണ് അല്ലേ? എതളാണ്. അപ്പൊ പിന്നെ പാല് ഇതുമായിട്ടൊന്നും ബന്ധമില്ലല്ലോ? ഇല്ലില്ല. പാലും മോരും കാപ്പിയും ഒന്നും ഇതിനായിട്ട് ബന്ധമില്ല. ഇല്ലല്ലോ. അപ്പൊ ഉത്തരം ശരിയാണ്, ചായ. അപ്പൊ 10,000 രൂപ പുണ്യക്ക് കിട്ടിയിരിക്കുന്നു. അപ്പൊ പുണ്യ തെരേസ ജോസഫ് വളരെ കരുതി കളിക്കുക. ഓക്കെ, മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംബീഷൻ എന്താണ്? ഇവരെ അമ്മേനെ അച്ഛനെയും പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കൃഷി ഉണ്ടല്ലോ. അത് ഒന്നിന്റെ പോലും അമ്മ 10 എണ്ണത്തിന്റെ പേര് പറഞ്ഞു. അതിന്റെ ഒന്നിന്റെ പോലും എണ്ണം കുറയാതെ അതെല്ലാം ഒന്ന് പരിപാലിക്കണമെന്നുണ്ട്. എങ്ങനെ പാലിക്കും? എനിക്ക് കുറച്ചുകൂടെ ആ തലത്തിൽ പഠിച്ചിട്ട് BSc അഗ്രികൾച്ചർ ഒക്കെ എടുത്ത് മീനൊക്കെ കൃഷി ചെയ്താൽ വിൽക്കണ്ടേ? അത് പരിപാലിച്ചോണ്ട് അവിടെ ഇരുന്നാ മതിയോ? വിൽക്കാലോ. മോൾക്ക് പക്ഷെ കൃഷിയിലാണോ? അപ്പൊ കൃഷിയാണ് താല്പര്യം. അമ്മയ്ക്കാണെങ്കിൽ മോളെക്കാളും ജീവികളെ ഇഷ്ടമെന്ന് അമ്മ പറയുന്നു. ടീച്ചറിന്റെ വീട്ടിലെ ഇത് കൃത്യമായിട്ടും ടീച്ചറിന്റെ കാലടികളെ പിന്തുടർന്ന ആരാ? ഹസ്ബൻഡ് ഒഴിച്ചാൽ. ഹസ്ബൻഡിന് വേറെ മാർഗമില്ല, കാലടി പിന്തുടർന്നേ പറ്റൂ അല്ലേ? ആണോ? അതെ. കൃഷിയിലൊരു നല്ല ടേസ്റ്റ് വന്ന് കഴിഞ്ഞു എന്നാണോ പറയുന്നത്? അങ്ങനെയാണ് അമ്മ പറയുന്നത്. എന്നിട്ട് പശുവിനെ കറന്നോ? ഇല്ല, അത് കുത്തണ പശുവല്ലേ. ഇനിയിപ്പോൾ 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മോണിറ്റ, മോള് പഠിക്കാനൊക്കെ പിടിക്കായിരുന്നു? 10ാം ക്ലാസ്സിലൊക്കെ എങ്ങനെയായിരുന്നു ഫലം? 10ാം ക്ലാസ് എക്സാം ഇല്ലായിരുന്നു. CBSE എക്സാം ഇത്തവണ പരീക്ഷയില്ല, രക്ഷപ്പെട്ടല്ലേ? ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. 20,000 രൂപയുടെ ചോദ്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ദ്വീപ് രാഷ്ട്രം ഏതാണ്? ഓപ്ഷൻ എ മാലിദ്വീപ്, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി സീഷെൽസ്, ഓപ്ഷൻ ഡി ശ്രീലങ്ക, ഓപ്ഷൻ ഇ ലക്ഷദ്വീപ്. ഓപ്ഷൻ ഡി ശ്രീലങ്ക. കൂട്ടട്ടോ? മോള് എങ്ങനെ ക്വിസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? സാധാരണ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പോയി പ്രൈസും ഒക്കെ നേടിയിട്ടുള്ള പുണ്യവതിയാണോ? പ്രൈസ് ഒന്നും നേടിയിട്ടില്ല, പങ്കെടുത്താ മതി. പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ പരമപ്രധാനമായ കാര്യം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഡി, ഓപ്ഷൻ ഡി, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഐലൻഡ് കൺട്രി അഥവാ ദ്വീപ് രാഷ്ട്രം ശ്രീലങ്കയാണെന്നാണ് മോള് പറഞ്ഞിരിക്കുന്നത്. മോള് പറഞ്ഞ ഉത്തരം ശരിയാണ്. 20,000 രൂപ ഇപ്പൊ കയ്യിൽ കിട്ടി. പേഴ്സുണ്ടോ? കയ്യില് പൈസ ഉണ്ടോ? എന്താ കൊണ്ടുവന്നത്? പിന്നെ എന്തോ കൊണ്ടുവന്നത്? അപ്പൊ നമുക്ക് 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് അടക്കാം. 30,000 rupees ഇൻകർ മോണിറ്റർ. ഒരു സ്റ്റില്ലാണ് മോൾ. അതിലേക്ക് നോക്കിയാൽ സ്റ്റില്ല് കുറച്ചുകൂടെ വലിപ്പത്തിൽ കാണാൻ പറ്റും. ആരാണ് ഈ വ്യക്തി? 5 ഓപ്ഷൻസ് ഉണ്ട് മോൾക്ക്. ഓപ്ഷൻ എ ചാർലി ചാപ്ലിൻ, ഓപ്ഷൻ ബി വിൽ സ്മിത്ത്, ഓപ്ഷൻ സി ഈദി അമീൻ, ഓപ്ഷൻ ഡി ഡോൺ ബ്രാഡ്മാൻ, ഓപ്ഷൻ ഇ അഡോൾഫ് ഹിറ്റ്ലർ. സർ ഓപ്ഷൻ ഇ അഡോൾഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലറെ പൂട്ടണോ? പൂട്ടണോ? പൂട്ടേണ്ട ആളായിരുന്നു, പക്ഷെ നമ്മൾ കയറി പൂട്ടണമെന്നുള്ളതാണ്. ഓപ്ഷൻ ഇ പൂട്ടിയിരിക്കുന്നു. അപ്പായിന്റെ ഫേവറേറ്റ് ആളാണ്. ഹിറ്റ്ലർ സിനിമയായിരിക്കും അത്? അല്ല, ഈ മനുഷ്യനെ തന്നെയാണ് ഇഷ്ടം. ആണോ? എന്താ കാര്യം? അതെന്നാന്ന് എനിക്ക് പ്രൊഫസർക്ക് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇദ്ദേഹം കൊണ്ടാണ് ജർമ്മനി ഇത്ര വളർന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര ആരാധനയാണ് ഹിറ്റ്ലർ. ഫാദർ ഏത് വിഷയമായിരുന്നു പഠിപ്പിക്കുന്നത്? പൊളിറ്റിക്സ്. ഓ, ചുമ്മാ അല്ല. പൊളിറ്റിക്സ് ആണെങ്കിൽ ഹിസ്റ്ററിയോടായിരുന്നു താല്പര്യം കൂടുതൽ. പൊളിറ്റിക്കൽ ഹിസ്റ്ററി അല്ലല്ലേ? അപ്പോ ഈ വ്യക്തി അഡോൾഫ് ഹിറ്റ്ലർ ആണെന്നാണ് മോള് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പുണ്യ തെരേസ ജോസഫ് താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അല്ല, ശരിയാണ്. ഇപ്പൊ ഫാദർ കൊണ്ട് ഒരു നേട്ടം ഉണ്ടായി. ഹിറ്റ്ലറിന്റെ പടം വെച്ചിട്ടുണ്ടോ വീട്ടില്? ഇഷ്ടംപോലെ നേരം വെക്കും. ഫാദറിനെ ഒന്ന് ജർമ്മനിൽ അയച്ചാലോ? അങ്ങനെ ആഗ്രഹമുണ്ട്, പക്ഷെ ഫ്ലൈറ്റിൽ കയറാൻ പേടിയാ. ഇതുവരെയും കയറിയിട്ടില്ല? ഇല്ല, ഇതുവരെയും കയറിയിട്ടില്ല. എന്റെ പേര് വന്നതുണ്ടല്ലോ, മെർവിൻ റോമൽ എന്ന് പറഞ്ഞ ജർമ്മൻ ഫീൽഡ് മാർഷൽ ആന്നു.
ആ ഹിറ്റ്ലറിന്റെ ഓ കാലത്ത് തന്നെ. അത് ശരി, അത്രയും വലിയ ആരാധനയല്ലേ ആ, അദ്ദേഹത്തിന്? അങ്ങനെ ആ പേരെടുത്ത എനിക്ക് ഇട്ടെ എർവിൻ റോമൽ എന്ന്. ഇത് ആ പേര് കംപ്ലീറ്റ് എന്ത് വളരെ റെയർ കേസ് ആണല്ലോ ഇത്. മെർവിൻ റോമൽ അഗസ്റ്റിൻ. ഇങ്ങനെ ഒരാൾ ഈ നാട്ടിൽ താമസിക്കുന്ന നമുക്ക് അറിയത്തില്ലായിരുന്നു. അതെ, അഗസ്റ്റിൻ അപ്പൂപ്പന്റെ പേരാ. ആ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് അപ്പന്റെ പേര് കൂടെ ചേർക്കാൻ ഇത് സ്ഥലം കിട്ടിയില്ല. 21 അക്ഷരമായി. മെർവിൻ റോമൽ അഗസ്റ്റിൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എർവിൻ എന്നുള്ളത് എർവിൻ റോമലാണ് ജർമ്മൻ ഫീൽഡ് മാർഷൽ. ഡെസേർട്ട് ഓഫ് Desert Force എന്നാ താങ്കൾക്ക് പറയുന്നത്. ജർമ്മൻ ഇൻഫോസിസിൽ പോകേണ്ടി വരുമോ? ഓക്കെ, അങ്ങോട്ട് മാറേണ്ടി വരത്തില്ലല്ലേ? ഇല്ലില്ല. അപ്പൊ നമ്മൾ ഇനി എത്ര രൂപയുടെ 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 40,000 റുപ്പീസ്. മോളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതായിരുന്നു? ഈ ഒരു 10ാം ക്ലാസ്സിൽ പരീക്ഷയിൽ നിറഞ്ഞപ്പോഴോ? അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. അതിന് സന്തോഷം ഇതുപോലെ നിങ്ങൾ പേടിച്ചിരുന്നല്ലേ പരീക്ഷ നടക്കുമെന്ന് വിചാരിച്ചു? അങ്ങനെ പേടിച്ചിരുന്നു. അല്ല, അവിടെ ആയ കാരണം നമ്മൾ ന്യൂസ് ഒന്നും അറിഞ്ഞില്ല. പെട്ടെന്ന് ഒരു നിമിഷം വരുന്നു, എക്സാം ഇല്ലെന്നങ്ങ് പറയുന്നു. പക്ഷെ എന്റെ ഷോക്കായി പോയോ? ഷോക്കല്ല, സന്തോഷം കൊണ്ടേ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അല്ലേ? അങ്ങനെ തന്നെ തുള്ളി ചാടുമായിരുന്നു പിള്ളേരൊക്കെ. പുണ്യയുടെ അമ്മയെ കുറിച്ച് ഒരു അഭിനന്ദനം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ആ വാട്സാപ്പ് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാം ഒന്നും ഡൗൺലോഡ് ചെയ്ത് തന്നിട്ടില്ല. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതൊന്നും ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് തന്നിട്ടില്ല അല്ലേ? ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ പിന്നെ അക്കൗണ്ട് ഉണ്ടാക്കും. ഞാൻ പുതിയ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പിന്നെയും പഴയത് എടുത്തു. എന്തുവാ ടീച്ചർ ഇതിനകത്ത് കൂടുതൽ കാണുന്ന വാട്സപ്പില്? ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് ജൈവ കൃഷിയുടെ. അപ്പൊ ഡൗട്ട്സുകൾ ചോദിക്കും. അതുപോലെ തന്നെ ഞാൻ SPC എന്ന് പറഞ്ഞൊരു ജൈവ കൃഷിയുടെ വളത്തിന്റെ ഒക്കെ ഒരു ഏജൻസി ഉണ്ട്, ഫാം അഡ്വൈസർ. അതല്ലേ വളംകടാന്ന് പറഞ്ഞു? അതെ. അപ്പൊ ഫാം അഡ്വൈസർ ആവുമ്പോ ഡൗട്ട്സുകൾ കുറെ ഇതിൽ കൂടി വാട്സപ്പിലാ വരുന്നത്. അതെ. അപ്പൊ വാട്സപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. അതെ. അപ്പൊ കുറെ സമയം ഇവർക്ക് അറിയില്ല എന്താ വാട്സപ്പ് ഡൗൺ ആയി കിടന്നല്ലോ ഒരു ദിവസം. അന്നെല്ലാം പ്രശ്നമായോ? അന്നൊരു ദിവസം കരയുമായിരുന്നു. 1-2 ദിവസം കിടന്നില്ലേ? ഇഷ്യൂ ആയില്ലേ? അന്നൊരു ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ മോളെ അമ്മ ഒരു ഇലക്ഷൻ നിന്നായിരുന്നു. നിന്ന് തോറ്റെന്ന് പറഞ്ഞു. തോറ്റു. മോക്കറിയായിരുന്നു അമ്മ തോറ്റു പോകുന്നു? അത് മറ്റേ കേരള കോൺഗ്രസ് സ്പ്ലിറ്റ് ആയല്ലോ, ഇന്ത്യൻ കോൺഗ്രസ്. ഏത് പാർട്ടിയായിട്ടാ അമ്മ നിന്നത്? അമ്മ കോൺഗ്രസ്. നേരത്തെ തന്നെ അറിയായിരുന്നു തോറ്റു പോകുന്നു. എല്ലാരും മാണി ആരാധകരല്ലേ? അപ്പൊ ഏത് കോൺസ്റ്റിറ്റ്യൻസിലാ പോയി നിന്നത്? അമ്മ കോൺഗ്രസിന്റെ, ഇന്ത്യൻ കോൺഗ്രസിന്റെ അതിൽ നിന്ന്. ഇത് ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കായിരുന്നു? പഞ്ചായത്തിലേക്ക്. അപ്പൊ നേരത്തെ അറിയായിരുന്നു? അറിയായിരുന്നു. അമ്മയോട് പറഞ്ഞോ? എന്നിട്ട് പറഞ്ഞു. കേട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ അമ്മക്ക് വിശ്വാസമായോ? അപ്പൊ വിശ്വാസമായി. 24 വെച്ചത്. നല്ല അടിപൊളിയായിട്ട് കണ്ട്. ടീച്ചറെ എത്ര വോട്ട് കിട്ടി ടീച്ചറെ? അല്ലേ, ഞാൻ 23 വോട്ടിനാ തോറ്റത്. ആകെ എത്ര വോട്ട് കിട്ടി? എനിക്ക് 390 വോട്ടാണ്. ജയിച്ച ആളിന് അതിൽ കൂടുതൽ കിട്ടിപ്പോയി. 23 വോട്ടിലാണ് അവർ ജയിച്ചത്. അല്ല, മോള് പറഞ്ഞു തന്നായിരുന്നല്ലോ നേരത്തെ ടീച്ചർ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. മോൾക്ക് എനിക്ക് ഞാൻ ജയിക്കണേ ഇഷ്ടമില്ലായിരുന്നു, കാരണം ഞാൻ പോകും എന്നും പറഞ്ഞോണ്ട്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങി നടന്ന് തോപ്പിച്ചതാണോ ടീച്ചറെ? എനിക്കതാ സംശയം. എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം വല്ലതും നടത്തിയോ? നടത്തിയില്ല. ഫാദറിന് ഇഷ്ടമാണോ രാഷ്ട്രീയം? പൊളിറ്റിക്സ് പഠിച്ച ആളല്ലേ? ഫാദറിന് ഇഷ്ടമാണ്. ഫാദർ വേണേ ഇലക്ഷൻ നിന്നോളൂ അല്ലേ? ഫാദറിന് ഇത് ഡെമോക്രസി താല്പര്യമില്ല. എന്റെ അമ്മോ, എന്തൊരു മനുഷ്യനായത്! ചുമ്മാ അല്ല ഹിറ്റ്ലറുടെ ആളായത് അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്കിനി 40,000 രൂപയുടെ ചോദ്യം. 40,000 റുപ്പീസ് മോണിറ്റർ. ചോദ്യം ഇതാണ്. 40,000 രൂപയുടെ ചോദ്യമാണ്. സൂക്ഷിച്ചുത്തരം പറയണം. ഏത് കായിക ഇനത്തിലാണ് മേരി കോം 6 തവണ ലോക ചാമ്പ്യനായത്? ഓപ്ഷൻ എ ചെസ്, ഓപ്ഷൻ ബി ഗുസ്തി, ഓപ്ഷൻ സി ടെന്നീസ്, ഓപ്ഷൻ ഡി ബോക്സിംഗ്, ഓപ്ഷൻ എ ഷൂട്ടിംഗ്. മേരി കോം 6 തവണ ലോക ചാമ്പ്യൻ. ഏത് കായിക ഇനം? സാർ, ഓപ്ഷൻ ഡി ബോക്സിംഗ് ലോക്ക് ചെയ്യാം. പൂട്ടാം. ഓപ്ഷൻ ഡി പൂട്ടിയാൽ 70,000. 40,000 രൂപ കിട്ടുമോ? ഇപ്പൊ 40 ഉള്ളൂ. 40 ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ ഡി ഞാൻ പൂട്ടുന്നു. ബോക്സിംഗ് ആണ്. മോൾക്ക് എന്തെങ്കിലും ജൂഡോ, കുസ്തിമറ, കരാട്ടെ, കളരി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ബാസ്കറ്റ്ബോൾ പഠിച്ചിട്ടുണ്ട് സ്കൂളില്. സ്കൂൾ അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. നവോദയ എല്ലാം അവരിങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ആണോ? എല്ലാം പഠിക്കാം അല്ലേ? എല്ലാം പഠിക്കാം. എന്ത് വേണേലും പഠിക്കാം. അവിടെ പറഞ്ഞാൽ മതി എന്താണ് ആഗ്രഹം എന്നുള്ളത്. മോൾ എന്തൊക്കെ ആഗ്രഹിച്ചു? ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കുന്നതിന്റെ വലിയ ആഗ്രഹമായിരുന്നു. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു അവർ പഠിപ്പിച്ചു. അത് ഭയങ്കര അടിപൊളിയാണ് നവോദയ. കാരണം ഇങ്ങനെ റൂറൽ ഏരിയാസിലുള്ള കുട്ടികൾക്ക് ഇപ്പം അതായിരുന്നു സത്യം പറഞ്ഞാൽ രാജീവ് ഗാന്ധി തുടങ്ങിയപ്പോഴത്തേക്കിനുള്ള ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ, റൂറൽ ഏരിയാസിലുള്ള കുട്ടികൾക്ക് ഇപ്പൊ പഠിക്കാനുള്ള സാഹചര്യം വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവിടെ നിർത്തും. എല്ലാം സൗജന്യമാണ്. CBSE സിലബസ് ആണ്. എല്ലാം പഠിപ്പിക്കും. എന്ത് വേണം ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കിനും അപ്പോഴൊക്കെ അപ്പം സാധാരണ ശരിക്കുള്ള കുട്ടികൾക്ക് കിട്ടും. ഇപ്പൊ പിന്നെ എല്ലായിടത്തും കോച്ചിങ് ഒക്കെ ചെയ്ത് വലിയ പണക്കാരും ഒക്കെ കൂടെ അത് വരുന്നുണ്ട് അല്ലേ? പണ്ട് സാധാരണക്കാരൊക്കെ ആയിരുന്നു കൂടുതൽ അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. മേരി കോം 6 തവണ ലോക ചാമ്പ്യനായത് ബോക്സിംഗിലാണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഉത്തരം പുണ്യ തെരേസ ജോസഫ്. താങ്കൾ പറഞ്ഞ ഉത്തരം
ഉത്തരം കുട്ടേട്ടനാണ് ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. അപ്പൊ ഇപ്പൊ എത്രയായി? 40,000 രൂപയായി. എന്റെ ചെക്ക് തരട്ടോ? കിട്ടിയതാ തരണം. കിട്ടിയതാ തരണം അല്ലെ? അല്ലേ? 80 കിട്ടിയതാ 40. 80 അല്ല കിട്ടിയെന്ന്. മോൾ 1 കോടി കൊണ്ട് പോയാ മതി കേട്ടോ. തകർത്ത് മത്സരിക്കുക. അപ്പൊ നമുക്കിനി 500,000 രൂപയുടെ കളിയാ. 500,000 രൂപയുടെ കളി കളിക്കുമ്പോ ഇവിടെ ഒരു ചെറിയ കളി നടക്കും. കുട്ടേട്ടാ, ലെവൽ 2. അമ്മ വാട്സപ്പില് കൊറോണ വരത്തില്ലെന്ന് വായിച്ച് ഓർമ്മയുണ്ടോ നമുക്ക്? എന്താ സംഭവിച്ചത്? അതെന്തോ കരിഞ്ചീരകവും പെരിഞ്ചീരകവും അല്ലായിരുന്നോ? ഈ ഒരു തുണി അങ്ങ് എടുത്തു. അപ്പാന്റെ മുണ്ട് കീറി ഒരു തുണി അങ്ങ് എടുത്തിട്ട് കരിഞ്ചീരകവും പെരിഞ്ചീരകം എല്ലാം കൂടെ തൂക്കി കെട്ടി ഞങ്ങൾക്ക് ഓരോ കിഴി കെട്ടി തന്നു കഴുത്തില്. എന്നിട്ട് ഇങ്ങനെ ഇതുവഴി നടന്നോളാൻ പറഞ്ഞു ഞങ്ങളോട്. ഇടയ്ക്കിടയ്ക്ക് മൂക്കി കയറ്റാനും പറഞ്ഞു കയറ്റി. ഈ കൊറോണ വരാതിരിക്കും. കൊറോണ വരാതിരിക്കും. വാട്സപ്പിൽ കണ്ട ട്രീറ്റ്മെന്റ് ആയിരുന്നു. ട്രീറ്റ്മെന്റ് അത് 10ാം ക്ലാസ് പാസ്സാകാത്ത ആരാണ്ട് എഴുതി വെച്ചത്. കരിഞ്ചീരകവും പെരിഞ്ചീരകവും അല്ല, പെരിഞ്ചീരല്ല, കർപ്പൂരം, പച്ചക്കർപ്പൂരം, കരിഞ്ചീരകം ചതച്ചിട്ട് കിഴി കെട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂക്കിലും കയറ്റി കയറ്റിയൊന്നുമില്ല, അങ്ങനെ കെട്ടിയിട്ട് മണക്കും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ചെറുതായി കൊറോണ വഴി വല്ല വന്നോ ടീച്ചർ? ഞങ്ങൾക്ക് ആർക്കും വന്നില്ല. ഇല്ല. വീട്ടിലാർക്കും കൊറോണ വന്നില്ല? ഇല്ല ഇല്ല. അത് ഇലക്ഷൻ എല്ലാ വീട് കയറി നടന്നിട്ടും വന്നില്ല. പേറ്റൻഷിപ്പിന് അപ്ലൈ ചെയ്യണം. ചിലപ്പോ അറിയാൻ പറ്റത്തില്ല അല്ലേ? ശരിയാണ്. അതും ഇലക്ഷൻ എല്ലാ വീട്ടിലും നടന്നു ഞങ്ങൾ എല്ലാരും എല്ലാം പഞ്ചായത്ത്, എന്നിട്ടും വന്നില്ല. അതാണ് അത്ഭുതം. ഇത് ഏറ്റവും ചിലപ്പോ ഏറ്റവും കാണാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഇപ്പൊ ഫുഡാ കഴിക്കണതേ, ജൈവ രീതിയിൽ ഞങ്ങൾ തന്നെ ഉണ്ടാക്കണ ഫുഡാ കഴിക്കണത്. ചിലപ്പോ അതായിരിക്കും അല്ലേ? അത് തന്നെ. ഭക്ഷണം ഒന്നും കയറുന്നില്ല. ഇല്ല, പ്രതിരോധ ശക്തി നന്നായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയാണ് മഞ്ഞളൊക്കെ അങ്ങ് പറിച്ച് വേവിക്കൊന്നുമില്ല, അല്ലാതെ തന്നെ അങ്ങ് ഉണക്കി പൊടിക്കും. അപ്പൊ അതിന്റെ ഗുണമൊന്നും പോവില്ലല്ലോ. എന്നിട്ട് ഈ അതിരാവിലെ എഴുന്നിട്ട് നമ്മൾ ഈ തേനിന്റെ കൂടെ മഞ്ഞളൊക്കെ കലക്കി കുടിച്ചിട്ടാണ് ദിവസം തുടങ്ങണത് തന്നെ. മോൾ അങ്ങനെ കുടിച്ചിട്ടാണോ ഈ ഇത്രയും ഗ്ലാമറസ് ആയിട്ടിരിക്കുന്നത്? ഓക്കെ, അപ്പൊ നമുക്കിനി 500,000 രൂപയുടെ ചോദ്യം. 50,000 rupees മോണിറ്റർ. പുണ്യ തെരേസ ജോസഫ്, ഇനി നമുക്ക് 500,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ചോദ്യം ഇതാണ്: ഇനി പറയുന്നതിൽ ഏറ്റവും വലിയ ആൾക്കുരങ്ങ് ഏതാണ്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ചിമ്പൻസി, ഓപ്ഷൻ ബി ഗൊറില്ല, ഓപ്ഷൻ സി ഉറാങ്ങുട്ടാൻ, ഓപ്ഷൻ ഡി സിംഹവാലൻ കുരങ്ങ്, ഓപ്ഷൻ ഇ ഹനുമാൻ കുരങ്ങ്. ഏറ്റവും വലിയ ആൾക്കുരങ്ങ് ഏതാണ്? പിടിവള്ളി എടുക്കാം. ആരുടെ പിടിവള്ളി? ടീച്ചർ ആയിരിക്കോ? അവര് ഒന്നിച്ച് ആലോചിച്ചു മതി. അപ്പൊ നിങ്ങളുടെ പിടിവള്ളിയാണ്. ഓപ്ഷൻസ് എന്ന് പറയാം. ഏറ്റവും വലിയ ആൾക്കുരങ്ങാണ് ചോദ്യം. ഓപ്ഷൻ എ ചിമ്പൻസി, ഗൊറില്ല, ഉറാങ്ങുട്ടാൻ, സിംഹവാലൻ കുരങ്ങ്, ഹനുമാൻ കുരങ്ങ്. ഇതുവെല്ലാം വളർത്തുന്നുണ്ടോ അവിടെ? ഇല്ല. ഞങ്ങളായുള്ള കുരങ്ങൊക്കെ ഗൊറില്ല. കൂട്ടാമോ? അത് കൂട്ടണ്ട സാർ. അമ്മയെ വിശ്വാസമില്ല. അമ്മേ പണി പാളി എന്നൊക്കെ പറഞ്ഞ അതാരാ പറഞ്ഞതറിയോ? ഇൻഫോസിസ്. അമ്മ ഇൻഫോസിസേ അമ്മേനെ അങ്ങ് വിശ്വസിക്കല്ലേ സാർ? ഓപ്ഷൻ ബി ഗൊറില്ല. ഞാൻ പൂട്ടുന്നു. പൂട്ടിക്കോ സാർ. അമ്മ പൂട്ടിപ്പിച്ചല്ലേ? ആ വിശ്വാസം നമ്മുടെ പുണ്യ തെരേസ ജോസഫിനെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആണോ? ആ ഒരു വിശ്വാസം ചേട്ടനുണ്ടല്ലോ മോളെ. ചേട്ടൻ പണിവാളിന്ന് അവിടുന്ന് പറഞ്ഞു ഇവിടം വരെ കേട്ടു. നാട്ടുകാർ മുഴുവൻ കേട്ടു. മൈക്കൂടല്ലേ പറഞ്ഞത്? പണി വാളിയല്ലോ എന്നാ പറഞ്ഞ്. എന്നതാ ഇതെന്ന് അല്ലേ? നിങ്ങൾ എങ്ങനെയാ കുറുവിലങ്ങോട്ട് പറയുന്നത്? എന്നതാണോ? എന്നവാന്നാ പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എന്നവാ ഈ ഗൊറില്ലയുടെ കാര്യം പറയാൻ കാരണം? അപ്പൊ താങ്കൾ ഓപ്ഷൻ ബി ആണ് പൂട്ടിയത്. ആ ഉത്തരം തെരേസ, പുണ്യ, ജോസഫ്, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നീ പഠിച്ചോണം, എപ്പോഴും അമ്മയെ വിശ്വസിച്ചോളൂ. ടീച്ചറെ ഒരു ചെറിയ ഐറ്റം നമുക്ക് തരണം അല്ലേ? നന്നായിട്ട് പാടുവോ? അപ്പൊ ടീച്ചറെ കൊണ്ട് പാടിപ്പിച്ചാലോ? ഒന്ന് മൈക്കെടുത്ത് കൊടുത്തേ. മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി ഇന്നുമേശുവേ മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു മാറോടെന്നെ ചേർത്തണച്ചു എന്തൊരാനന്ദം
എന്തോരാനന്ദം. യെസ്, എന്തോരാനന്ദം. നല്ല ആനന്ദമായി. അല്ലേ? 50,000 കിട്ടിയപ്പോഴേ അതിന്റെ ടീച്ചർ നല്ല മൂഡിലായി നല്ല mood. കേട്ടോ. ഓക്കെ, അപ്പൊ ടീച്ചർ ഇനിയും പാടുക. ജോസഫ് സാറിന് നല്ല സൗകര്യം കൊടുക്കരുത്. അപ്പൊ ഇനി നമുക്ക് 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 60,000 റുപ്പീസ് മോൾ. അപ്പോ മോണിറ്റർ ഇന്ത്യയുടെ ഏത് തീരപ്രദേശത്ത് കൂടിയാണ് കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്നത്? ഓപ്ഷൻ എ കിഴക്ക്, ഓപ്ഷൻ ബി പടിഞ്ഞാറ്, ഓപ്ഷൻ സി വടക്ക്, ഓപ്ഷൻ ഡി വടക്ക് പടിഞ്ഞാറ്, ഓപ്ഷൻ ഇ തെക്ക്. കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്നത് ഏത് തീരപ്രദേശത്ത് കൂടിയാണെന്നാണ് ചോദ്യം. എനിക്കറിയില്ല സാർ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ വേണേ കറക്കി കുത്താല്ലയോ? എന്തോ വരട്ടെ. എന്നാ പിന്നെ കുട്ടേട്ടൻ കളയട്ടെ. ഇഷ്ടമില്ലാത്ത കളഞ്ഞോട്ടെ. കുട്ടേട്ടാ. പുണ്യ തെരേസ ജോസഫ് 2 ഓപ്ഷൻസ് പറയും. അതിൽ ഒന്ന് ശരി ഉത്തരം. എ കിഴക്ക്, ബി പടിഞ്ഞാറ്. സാർ ഓപ്ഷൻ ബി പടിഞ്ഞാറ്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഓപ്ഷൻ ബി പൂട്ടിയിരിക്കുന്നു, പടിഞ്ഞാറ്. പ്രിപ്പയർ ഫോർ എ ഷോക്ക്. ഷോക്ക്. ഉത്തരം ശരിയാണ്. അത് വിശ്വസിച്ചില്ല അല്ലേ? ഇത് ശരിയാവുന്ന ഒരിക്കലും വിശ്വസിച്ചില്ല അല്ലേ? പണിയായിപ്പോയി. ഇതിന് ഇടയിൽ എപ്പോഴെങ്കിലും വേറെ പണി വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ പണിയൊക്കെ കിട്ടാറുണ്ട്. ഗ്രോബാഗ് ഒക്കെ നിറപ്പിക്കും എന്നെ നിർത്തി രാവിലെ തൊട്ട്. ആണോ? അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. ചേട്ടൻ പക്ഷെ അടിപൊളിയായിട്ട് പണി ചെയ്യും. ഇങ്ങനെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒന്നും ഇരിക്കൊന്നുമില്ല. ജോലി കഴിഞ്ഞ് ഉടനെ ഇറങ്ങും പുറത്തോട്ട്. ആണോ? ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഈ ഓഫീസ് സമയത്ത് മാത്രമേ ഉള്ളൂ? അപ്പൊ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പറമ്പിലോട്ടൊരു ഇറക്കവാ. ഇറങ്ങിക്കഴിഞ്ഞാൽ പശുവിനെ മാറ്റി കെട്ടും, ഗ്രോബാഗ് ഇറക്കി കണ്ടവനും പണിയൊക്കെ ചെയ്യും. അപ്പൊ വീട്ടിലുള്ളവരെല്ലാം വളരെ സുഭിക്ഷമായിട്ട് പണി ചെയ്യുന്നവരാ അല്ലേ ടീച്ചറെ? അതെ അതെ. ഓക്കെ, റെഡി. മോണിറ്റർ. ഇനി പറയുന്നവൽ ബനാറസ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ദേവപ്രയാഗ്, ഓപ്ഷൻ ബി ജമ്മു, ഓപ്ഷൻ സി വാരണാസി, ഓപ്ഷൻ ഡി പോർബന്ദർ, ഓപ്ഷൻ ഇ കാക്കിനാട. ജമ്മു അല്ല, പോർബന്ദറും അല്ല. ഇനി ഒരു പിടിവള്ളിയും കൂടെ ഉണ്ടല്ലേ? ഒരെണ്ണം കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് എടുത്താലോ? 2 ഓപ്ഷൻ കളഞ്ഞു തരും. 2 ഓപ്ഷനായിട്ട് കിട്ടും മോൾക്ക്. അപ്പൊ പിന്നെ അവിടുത്തെ ഒരു തീരുമാനം എടുക്കാം അല്ലേ? ഇവിടെയും കറക്കി കൊത്തുള്ള പരിപാടിയാണോ? ഏറെക്കുറെ. വാരണാസി ആണോ ദേവപ്രയാഗ് ആണോ എന്നാണ് ഡൗട്ട്. അതാണ് ഡൗട്ട് അല്ലേ? ആ ഡൗട്ടാണ് ഇപ്പൊ കുട്ടേട്ട മാറ്റി തരേണ്ടത് അല്ലേ? മാറ്റി തരണം കുട്ടേട്ടാ. കുട്ടേട്ടാ. പുണ്യ വീണ്ടും 2 ഓപ്ഷൻസ് പറയും. അതിൽ ഒന്ന് ശരി ഉത്തരം. ബി ജമ്മു, സി വാരണാസി. ഓക്കെ, അപ്പൊ ഏത് പൂട്ടാം? ജമ്മു അല്ല. അപ്പൊ നമുക്ക് വാരണാസി പൂട്ടാം സാർ. വാരണാസി പൂട്ടാം. അപ്പൊ 60,000 രൂപ കയ്യിലാവൂ? 60,000 രൂപ തന്നാലാകും. ആകും. അപ്പോ വാരണാസി പൂട്ടി, വാരണാസി തുറന്നു, വാരണാസി പൂട്ടി, പൂട്ടി തുറന്നു, പൂട്ടി തുറന്നു. പിന്നെ തുറന്നോ? ഒന്നുകൂടെ പൂട്ടിക്കോ? അല്ല, പൂട്ടി ഒന്നുകൂടെ പൂട്ടി ഒന്നുകൂടെ തുറന്നു. പിന്നെ ഒന്നുകൂടെ പൂട്ട്. അപ്പൊ പൂട്ടി തുറന്നു. ഇനിയിപ്പോ എന്താ? ഒന്നുകൂടെ പൂട്ടി. അലക്കത്തരും ഞാൻ കേട്ടോ. തുറന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? എന്താണ്? തുറന്നു പോയാ പിന്നെ പോയി ഒന്നുകൂടെ പൂട്ടേണ്ടി വരും. അപ്പൊ വാരണാസി ഉത്തരം ശരിയാണ്. ശരിയാണ്. അപ്പൊ ഇത് കൃഷിയെക്കാളും കൊള്ളാം അല്ലേ ടീച്ചറെ? അല്ലേ? കൃഷിക്ക് ഇത്ര പൈസ ടീച്ചറുടെ ബയോഡേറ്റ എത്തുമോ? ടീച്ചർ ആയിരുന്നു ഇവിടെ നിൽക്കേണ്ടത് ശരിക്കും. ടീച്ചറിന്റെ കയ്യിൽ എന്തെല്ലാം. അതിനുമ്പോ സാർ ഇപ്പഴേ വീട്ടിൽ നിന്ന് കുത്തി തുടങ്ങും വായിക്കാൻ. പിന്നെ ടീച്ചർ തുടങ്ങി കാണും അല്ലേ? അല്ല സാറ് പ്രൊഫസർ 134 ഫലവൃക്ഷങ്ങൾ. അതും ഹിറ്റ്ലറിനെ കൊണ്ടോണ്ട് വീണു. ഈ പ്രൊഫസർ ഹിറ്റ്ലറിന്റെ ആരാധകനാന്ന് അറിഞ്ഞത് എനിക്കൊരു പുതിയ അറിവാ. ആണോ? ഒന്ന് വിളിച്ച് സംസാരിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ ഈ വീട്ടിൽ എല്ലാ സാധനത്തിനും ഇട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. പശുവായിട്ട് വന്നാ മതിയായിരുന്നു. ഈ കുട്ടേട്ടിന് പണിയില്ലാതെ നിൽക്കുമായിരുന്നു. 2 എണ്ണം ഏൽപ്പിച്ചു കൊടുക്കാം. അത് തന്നെ. അതും ഫ്രഷ് ആയിട്ട് ലൈവ് ആയിട്ട് വേണം പാല് ഇറക്കി കൊടുക്കാം. കുട്ടേട്ടനെ ഈ പശുവിനൊക്കെ വലിയ ഇഷ്ടം. ആണോ? കണ്ടിട്ടുണ്ട്. അവിടെ ബാസിയുണ്ട്, ലുക്കാക്കുണ്ട്. അവർക്കൊക്കെ കപ്പയിറച്ചിയാണ് ഇഷ്ടം. അത് പട്ടികളാണ് വീട്ടില്. ഒന്ന് ബാസിയും ഒന്ന് ലുക്കാക്കും. 2 പേർക്കും കപ്പയിറച്ചിയെ തിന്നുള്ളൂ. കപ്പയിറച്ചിയോ? പിന്നെ അപ്പായി രാവിലെ എഴുന്നേറ്റ് മുട്ട പുഴുങ്ങി കൊടുക്കും. പാല് കറന്ന ഉടനെ തിളപ്പിച്ച് കൊടുക്കും. ഞങ്ങളിവിടെ ഇല്ലാത്തോണ്ട് രാവിലെ എത്തും. വാട്സപ്പിൽ വോയിസ് മെസ്സേജ്, ഹലോ
ഞാൻ രാവിലെ എഴുന്നേറ്റു, ബാസി ഞാൻ ഓരോ കപ്പ് ബിരിയാണി കഴിച്ച് മുട്ട കോഴിക്കുട്ടിന്ന് പിറക്കി നേരെ കൊണ്ടുപോയി പശുവിനെ മണ്ടേ കൊണ്ടുപോയി കെട്ടി അവിടുന്ന് മൊയലിന് വേണ്ടി പുല്ല് പറിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ഞാൻ മൊയലും കുഞ്ഞുങ്ങളെ നോക്കി. മൊയലിൽ ഞങ്ങൾ ഇവിടെ ആയിരുന്നപ്പോഴാണ് മൊയൽ കുഞ്ഞാവ് ഉണ്ടായത്. കുഞ്ഞാവിന് ഇങ്ങനെ അങ്ങ് ഒരു മെസ്സേജാണ് ഷൂട്ടിന് വന്നപ്പോഴുണ്ടായല്ലേ? ആ ഓ അത് ശരി. ഓ അത് ഭയങ്കര സംഭവം അല്ലേ? ഇങ്ങോട്ടേക്ക് വരുത്തണോ? വേണോ? 6 കുട്ടികളുണ്ട്. വേണേന്ന് വരുത്താം. കുട്ടേട്ടന് ഉടനെ കൂടെ ഡ്രസ് കൂടെ അയച്ചേക്കാം. പുള്ളിയുടെ വേണേ ആ പാന്റും കൂടെ 108 സൈസ് എത്ര? 120. ഡ്രസ് അയച്ചോളൂ, പക്ഷെ മുയൽ വേണ്ട. അതെന്താണ്? കടിക്കുന്ന പേടിയാണോ? അതുകൊണ്ടല്ല, ഇവിടെ ഉള്ള ഒരാളത്തിനെ ഞാൻ ഒഴിവാക്കാൻ പെടാപ്പാട് പോവുകയാണ്. ഇനി മുയൽ വേണ്ട. അതാരാന്നറിയോ? കുഞ്ഞിരാമൻ. ആണോ? ആ കുട്ടിയേട്ട തീരെ താല്പര്യമില്ല. എനിക്കും താല്പര്യമില്ല. വേറൊരു കേസ്. എനിക്ക് താല്പര്യം അതാണ്. കുഞ്ഞിരാമനാണ് എനിക്ക് എന്തോ താല്പര്യം. ആണോ? നമുക്ക് നോക്കാം. ഓപ്ഷൻ എല്ലാം കഴിഞ്ഞു പോയല്ലോ ദൈവമേ. ഇനി എങ്ങനെ സഹായിക്കാൻ പറ്റിയല്ലേ? ഇനി കടക്കാൻ പോകുന്ന എത്ര രൂപയുടെ ചോദ്യമാണെന്നറിയാമോ? 80,000. ടീച്ചറെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ അല്ലേ? ടീച്ചറിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുള്ളതാണ്. നല്ല പ്രാർത്ഥന. അത് ജയിച്ചില്ല. നാട്ടുകാരും പ്രാർത്ഥിച്ചു കാണും. അതാ രണ്ട് പ്രാർത്ഥനയും കൂടെ ക്ലാഷ് ആയി കാണും. അത് നാട്ടുകാർ മുഴുവൻ എതിരെ പ്രാർത്ഥിച്ചെന്നാണോ? ആണോ? അതാണ് അറിയാൻ വയ്യ അല്ലേ? അറിയാൻ വയ്യ. ഇനി അടുത്ത ഇലക്ഷൻ നോക്കാം. അടുത്ത ഇലക്ഷൻ നോക്കുന്നുണ്ടോ? ടീച്ചറെ അടുത്ത ഇലക്ഷൻ ടീച്ചർ നോക്കും. ഇനിയില്ല. ഇല്ലയോ? ഇല്ല, അവസാനിച്ചു. അവസാനം പറയല്ലേ ടീച്ചറെ, അങ്ങനെയൊന്നും പറയല്ലേ. അവർക്കൊരു കൊതി തോന്നും. ടീച്ചർ ഒന്നുകൂടെ മത്സരിക്കണം അല്ലേ? അപ്പൊ 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. മോണിറ്റർ. ഏറ്റവും കൂടുതൽ തവണ പുരുഷ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ബ്രസീൽ, ഓപ്ഷൻ സി ഇറ്റലി, ഓപ്ഷൻ ഡി അർജന്റീന, ഓപ്ഷൻ ഇ ഉറുഗ്വേ. കുറ്റടിക്കാം സാർ. കുറ്റടിക്കാം. ഇത് ഏതാണ്ട് ഹിറ്റടിക്കാന്ന് പറഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് പറയും അല്ലയോ മോള് ഓരോ ചോദ്യം കാണുമ്പോഴും കിറ്റടിക്കാന്നാ പറയുന്നത് അല്ലേ? ക്വിറ്റടിക്കാൻ തീരുമാനിച്ചാണോ വീട്ടിൽ നിന്ന് വന്നത്? ആഗ്രഹമല്ല, എന്തേലും ഒരു തുക കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഒരു തുകയും കൊണ്ട് പോകണമെന്ന് മാത്രമേ ആഗ്രഹം. അത്രേ ഉള്ളൂ. ലെവൽ 2 കയറില്ല. എനിക്കിത് പൊങ്ങണമാണെന്നായിരുന്നു ശരിക്കും ആഗ്രഹം. ഇങ്ങനെ പൊങ്ങിയല്ലേ ഇപ്പോ? പൊങ്ങി. അപ്പം ആഗ്രഹം സാധിച്ചു. പൊങ്ങിയപ്പോ തൊട്ടാണ് ഞാൻ കിറ്റടിക്കാൻ തുടങ്ങുന്നത്. അടിക്കത്തില്ലായിരുന്നു. പൊങ്ങിയപ്പോ ഒരു മനസ്സന്തോഷം. അത് മതി. മനസ്സമാനുണ്ട്. ഈ കൂട്ടുകാരിലൊക്കെ എന്തോ പറഞ്ഞു ഇത് മത്സരിക്കാൻ പോകുന്നു പറഞ്ഞു? ഞാൻ ആരോടും പറഞ്ഞില്ല. ഇപ്പൊ അവര് കണ്ടോണ്ടിരിക്കുക. കാണുമോ? പിന്നെ അവര് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കാണും. അതെന്തായാലും കാണും. ഉറപ്പാ. നാളെ കളിയാക്കാൻ വേണ്ടി ഇതിന് പറയണ്ടേ അല്ലേ? ഏറ്റവും റേറ്റിംഗ് ഉള്ള ഷോ ആണ്. അപ്പൊ ഇങ്ങനെ പറയും ഡീ നിനക്കേ എന്ന് പറയില്ലേ? ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം മോളെ. മോള് ഇത് തീരുമാനിക്കുന്നു. ക്വിറ്റ് ചെയ്യുന്നു. പൂട്ടോ ക്വിറ്റ് ചെയ്യുന്നത്? പൂട്ടി. ഇനി തുറക്കല്ലേ? തുറക്കത്തില്ല. അപ്പൊ മോളുടെ ആഗ്രഹമാണ് ക്വിറ്റ് ചെയ്യാൻ. അപ്പൊ ഇതിനകത്തെ പക്ഷെ ഒരു കളിയും കൂടെ ഉണ്ടായിരുന്നു ബാക്കി. ആണോ? 2 ഉത്തരം പറഞ്ഞിട്ടൊരു കളി ഉണ്ടായിരുന്നു. അത് വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇല്ലയോ? മണീഷേർ അല്ലേ? മണീഷേറും മണിച്ചേരും ഇഷ്ടമില്ല. ഇഷ്ടപ്പെട്ടില്ല. ഇല്ല. ചേട്ടാ ഞാൻ വലിയ പ്രസ്റ്റേജ് ആയിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണ് മണീഷേർ. പണം പങ്കുവെച്ച് കളിക്കുക എന്നും പറഞ്ഞ് ഞാൻ വലിയ വെയിറ്റിലാ പറയുന്നത്. പങ്കുവെക്കുന്നത് പണ്ടേ താല്പര്യമില്ല. അങ്ങനെ അപ്പനായിട്ട് അങ്ങനെ പവർ ഷെയറിംഗ് താല്പര്യമില്ലല്ലോ. മൊണാർക്കി അല്ലേ? അപ്പനായിട്ട് അല്ലേ? അപ്പൻ മൊണാർക്കിയും അമ്മ ഏതാ? അമ്മയ്ക്കാണ് താല്പര്യം. അമ്മേനെ രാജാക്കാണ്, അമ്മയ്ക്ക് മൊണാർക്കി താല്പര്യം. അമ്മേനെ പഞ്ചായത്ത് എടുത്തിരുന്ന ഇപ്പൊ ഡെമോക്രസി എന്ന് പറഞ്ഞേനെ. അമ്മ പഞ്ചായത്ത് പൊളിച്ചേനെ. കുറുവിലങ്ങാട് പഞ്ചായത്തായിരുന്നു അത്? അല്ല, മരങ്ങാട്ടുപള്ളി. അവിടെ നമ്മുടെ സഞ്ചാരമൊക്കെ ഉള്ളത്. അതെ അതെ. സന്തോഷ് ഓക്കെ. നമുക്ക് പൂട്ടാം അല്ലേ? അപ്പൊ എത്ര പൈസ കിട്ടും? ബാക്കി 35,000 രൂപ കിട്ടും. 35,000 കിട്ടും. ധാരാളം. ഇപ്പൊ 80,000 രൂപയുടെ ചോദ്യമല്ലേ നമ്മൾ ചോദിച്ചിരുന്നത്? അപ്പൊ 70,000 കയ്യിലുണ്ട്. അതിന്റെ 50% 35,000 രൂപ ഇപ്പൊ കിട്ടി. 35,000 രൂപ കിട്ടി. അപ്പം മോശമല്ല, കച്ചവടം മോശമല്ല. അല്ല. അപ്പൊ പുണ്യ തെരേസ ജോസഫ്, താങ്കൾ സ്വന്തം ഇഷ്ടപ്രകാരം കിട്ടിയിരുന്നു. ഞാനിത് പൂട്ടുന്നു. ഇനി ഒരു കാര്യം ചെയ്യൂ തെരേസ ജോസഫ്, പുണ്യ, താങ്കളൊരു ഇഷ്ടം പോലെ പേര് കിടക്കുക. താങ്കൾ ഒരു കാര്യം ചെയ്യൂ, ഇതിലേതെങ്കിലും ഒരു ഉത്തരം പറയൂ. ബ്രസീലോ അർജന്റീനയോ ആണ്. ഒരു ഉത്തരം പറയണം. ഒരെണ്ണം പറയണം. ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് 35,000 കയ്യിലുണ്ട്. ഇപ്പോ കയ്യിലുണ്ട്. അവനെന്തും പറയാലേ? പിന്നെ ബ്രസീൽ പറയാം. എന്നാ പിന്നെ ശരിയായിരുന്നു. ആണോ? 35,000 മതി. സന്തോഷം. ഉത്തരം ശരിയായിരുന്നു. ബ്രസീലായിരുന്നു ശരി ഉത്തരം. ഞാനിവിടെ കൊട്ടാമ്മേ കൈ പൈസ പോയി അല്ലേ? 35,000 ഉണ്ട്. 5 തവണ ബ്രസീലാണ് ലോക ചാമ്പ്യന്മാരായ രാജ്യം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി താഴോട്ട് പോയി ചെക്കൊക്കെ വാങ്ങിക്കണ്ടേ? ഓക്കെ. ചെക്ക് കുട്ടിയേട്ടൻ വല്ലതും കൊടുക്കുന്നോ?
വേണോ കുട്ടേട്ടന്? മോളെന്തോ ഇവിടെ വന്നപ്പോ പൈസ മൊത്തം ഇവിടെ തിരിച്ചു കൊടുക്കാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ അത് വല്ലതും 1 കോടി കിട്ടിയാ? 1 കോടി കിട്ടിയാ ഈ ഫ്ലോർ ഒരാൾക്ക് കൊടുത്തിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞു. അരെ കുട്ടേട്ടനാണോ? കുട്ടേട്ടനോ ആർക്കേലും കിട്ടിയാ ഒന്നും വേണ്ട, അദ്ദേഹത്തിന്റെ പാന്റ് വാങ്ങി കൊടുത്താ. പാന്റ് അയച്ചേക്കാം. പൈസ എത്താന്നാ പറഞ്ഞേ? എത്ര? 108. 108. പാന്റ് മാത്രം മതിയോ? 12 അടി ഉയരം. ഗ്ലാസ്, റൈബൻ ഗ്ലാസും ഒക്കെ വേണമെന്നാ പറയുന്നത്. പിന്നെ കുറച്ച് കൂടുതൽ പവർ ഉള്ള ഒരു ബാറ്ററി. ഇപ്പൊ പെട്ടെന്ന് ബാറ്ററി ഊരി വിടും കേട്ടോ, അറിയാലോ, ബാറ്ററിയിലാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം 24 hours നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബാറ്ററി വേണം. അപ്പൊ പുണ്യ നോക്കിക്കോളൂ. അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ചെക്കൊക്കെ വാങ്ങിച്ചു സന്തോഷമായിട്ട് പിരിയാം അല്ലേ? ഓക്കെ, 35,000 കയ്യിലുണ്ടല്ലോ. ഓക്കെ കുട്ടേട്ടാ, ലെവൽ 1. പുണ്യ തെരേസ ജോസഫ്, മോളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. മോള് +1 വിദ്യാർത്ഥിനിയാണ്. കൃഷിയിലൊക്കെ വലിയ താല്പര്യമുള്ള കുട്ടിയാണെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം. അപ്പോൾ കണ്ടിരുന്ന കൂട്ടുകാർക്കൊക്കെ വളരെ സന്തോഷമായി കാണും. അപ്പൊ 35,000 രൂപയുടെ ചെക്ക് ഞാൻ ഒപ്പിട്ട് മോൾക്ക് തരുന്നു. അപ്പൊ നമുക്ക് ചെക്ക് വാങ്ങിച്ചു പിരിയണ്ടേ? പിരിയണ്ട. അപ്പൊ മൈജി നൽകുന്ന പുണ്യ തെരേസ ജോസഫ് ₹35,000 സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആണ്. ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് awarded to Miss പുണ്യ തെരേസ ജോസഫ്, +1 സ്റ്റുഡന്റ് ഫ്രം കുറുവിലങ്ങാട്, ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ് ഒരു കോടി. അപ്പൊ നല്ല കുട്ടിയായിട്ട്, നല്ല മിടുക്കിയായിട്ട് പല്ലിന്റെ ക്ലിപ്പ് അങ്ങ് എടുത്തോളാം. ഓക്കെ, താങ്ക് യു. കാരണം ഇത് നാട്ടുകാരെ പറ്റിച്ചല്ലേ ക്ലിപ്പ് ഇട്ടത്. അപ്പൊ നാട്ടുകാർ ഇനി പറ്റിക്കണ്ട, ക്ലിപ്പ് അങ്ങ് എടുത്തോളൂ. 35,000 കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ മോള് വഴി കുറുവിലങ്ങാട്ട്. പുണ്യ തെരേസ ജോസഫ് മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി. ഈ മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി വേദിയിലേക്ക് വരുന്നു പെരുമ്പാവൂർ നിന്ന് ആതിര. യെസ്, സ്നേഹം നിറയുന്ന കുടുംബ ബന്ധങ്ങളുടെ സംതൃപ്തമായ പുഞ്ചിരിയാണ് പെരുമ്പാവൂർ സ്വദേശിനി ആതിരയുടെ ജീവിതം. കുളങ്ങരയത്ത് വീട്ടിൽ ഇലക്ട്രീഷ്യനായ MP സുധീറിന്റെയും സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ അനിതയുടെയും മകൾക്ക് അനിയത്തിയായി CA വിദ്യാർത്ഥിനി ആര്യയുമുണ്ട്. ബാങ്ക് ജീവനക്കാരനായ അജിൽ രവീന്ദ്രന്റെ വീട്ടിലെത്തി പുതിയൊരു കുടുംബ ജീവിതത്തിലേക്ക് ചുവടുവച്ചപ്പോഴും ആതിരയുടെ പുഞ്ചിരിയിൽ തെല്ലും നിരാശയില്ല. MCOM കഴിഞ്ഞ് ഒരു സർക്കാർ ജോലി ലക്ഷ്യമാക്കിയുള്ള PSC പരിശീലനമാണ് ഇപ്പോൾ ആതിരയുടെ പ്രധാന ദൗത്യം. വായനയും സംഗീതവും വയലിൻ തന്ത്രികളെന്ന പോലെ ആതിരയുടെ ജീവിതത്തിന്റെ ഗാനവും ഈണവുമായി നിറയുന്നു. പ്രാർത്ഥനകൾ നിറയുന്ന പ്രദക്ഷിണ വീതികളിലൂടെ പ്രതീക്ഷകളുടെ 1 കോടിയിലേക്ക് പെരുമ്പാവൂരിൽ നിന്നും ആതിര S. ഹായ് ആതിര. ഹായ് സാർ. ആതിരയ്ക്ക് പാട്ടൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ കല്യാണം കഴിച്ചത് തന്നെ ഒരു പാട്ടിലൂടെയാണെന്നും കേട്ടു. ആണ്, പാട്ടാണ് ജീവിതം. പാട്ടാണ് ജീവിതം. പാടി പാടി നടക്കും അല്ലേ? പാടി ജയിച്ചോ? പാടി ജയിക്കും. പാട്ട് പഠിച്ചിട്ടുണ്ടോ? അപ്പൊ പാട്ട് പഠിച്ചിട്ടുണ്ട്, ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട്. ആ, പിന്നെ കുറച്ചാള് കഴിഞ്ഞപ്പോ ഡ്രോപ്പ് ചെയ്തു. ആരെങ്കിലും പഠിച്ചത്? പ്രിയദർശിനി എന്ന് പറഞ്ഞ മങ്ങാട് K നടേശൻ സാറിന്റെ മകളാണ് പ്രിയദർശിനി ടീച്ചർ. മങ്ങാട് നടേശൻ മാഷിന്റെ മകൾ പ്രിയദർശിന്റെ കീഴിലാണ് പഠിച്ചത്. അതെ. അപ്പൊ സന്തോഷമുള്ള ഒരു കാര്യം. അപ്പൊ എവിടെയാ പഠിച്ചത്? തൃശ്ശൂരിലോ? അല്ല, ടീച്ചറെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാ, പെരുമ്പാവൂരിൽ തന്നെയാണ് അല്ലേ? ടീച്ചറിന് സുഖമായിരിക്കുന്നല്ലോ? ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കാം. കാര്യം എനിക്ക് താങ്കളത് അത്ഭുതപ്പെടണ്ട. ഞാനും മങ്ങയുടെ നടേശൻ മാഷും ഒന്നിച്ച് ആകാശവാണി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടേശൻ മാഷിന് എനിക്ക് അവിടെ അടുത്തറിയാമായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സാറിനെ കണ്ടിട്ടുണ്ട് അവിടെ. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പൊ എങ്ങനെയാ കളിക്കുന്നത്? നമുക്ക് പയ്യെ 20 ചോദ്യങ്ങളുടെ 1 കോടി മതിയോ? അതോ വേഗം പോയി അങ്ങ് 10 ചോദ്യങ്ങളുടെ 1 കോടി അങ്ങ് അടിച്ചു മാറ്റിയാലോ? കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അല്ലേ? ഇന്ന് കൂടെ വന്നിരിക്കുന്ന ആരൊക്കെയാ? ആതിരെ തന്നെ പരിചയപ്പെടുത്തിക്കോളൂ. ആദ്യയിരിക്കുന്നത് മാഷാണ്. കാലടി ശ്രീശങ്കര കോളേജിലാണ് അല്ലേ? അതെ. അപ്പൊ ഏതാ പഠിപ്പിക്കുന്ന അവിടെ? ഞാൻ അവിടെ കൊമേഴ്സിലാണ്. അപ്പൊ അമ്മ അല്ലേ? അമ്മയുടെ പേര് അനിത. ഓക്കെ, അമ്മ എന്താ ചെയ്യുന്നേ? ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യാം. ഓക്കെ, ഇപ്പോഴും ജോലിയുണ്ടോ? ജോലിയുണ്ട്. ഓക്കെ, ഇദ്ദേഹം? ഞാൻ അജിലാണ് ഹസ്ബൻഡ്. ഓക്കെ, അജിലിനെ ഒരുപാട് പാടുപെടുത്തിക്കണം അല്ലേ? ഒരുപാട്. അജില് ഒരു പാവത്താനല്ലേ? ആണോ? കുറെ നടത്തിച്ചു
പണ്ടറിയില്ലായിരുന്നല്ലോ എങ്ങനെയാന്ന്. അപ്പൊ കുറെ നടത്തിച്ചു. ആ കുറച്ചൊക്കെ. എന്താ സംഭവിച്ചത്? എവിടെ വെച്ചാ ഞങ്ങളെ കണ്ടുമുട്ടിയത്? ഞങ്ങള് സ്കൂളിൽ കണ്ടുമുട്ടി. ആ, ഒരുമിച്ചല്ലായിരുന്നു പഠിച്ചത്. ജസ്റ്റ് സ്കൂളില് ഒക്കല് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അവിടെ കണ്ടുമുട്ടി. ഏത് ക്ലാസ്സിൽ? ഞങ്ങള് ഒരു ക്ലാസ്സിലായിരുന്നു? അല്ല, ഒരു ക്ലാസ്സിലല്ലായിരുന്നു. ഈ എക്സാം വരുമ്പോ നമുക്ക് മോഡൽ എക്സാം വരുമ്പോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവുമല്ലോ. അപ്പൊ പോയപ്പോ കണ്ടു. ആ പിന്നെ കണ്ടു കീഴടക്കി? ഇല്ല ഇല്ല, അപ്പൊ തന്നെ പോയി. പിന്നെ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചു. ആ, ഒരു ക്ലാസ്സിൽ തന്നെയായിരുന്നു. ഒരു ക്ലാസ്സിലായിരുന്നു. അപ്പൊ അന്നാണോ ഈ ഡയലോഗ് അടിച്ചത് അദ്ദേഹം? എന്ത് ഡയലോഗ്? ഡയലോഗുകൾ പലതുണ്ട്. ഒരു ഡയലോഗ് പറഞ്ഞേ. അല്ല, ഞാൻ പിന്നെ സുന്ദരിയാ അങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ നമ്മള് നോക്കിപ്പോ വീണുപോയോ? അപ്പൊ ഈ കൊറേ നടത്തിച്ചു. അല്ല, ആതിരയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആതിര സുന്ദരിയാന്ന് പറഞ്ഞത് ഈ മനുഷ്യനാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. പ്രൊപ്പോസുകളൊക്കെ ആയിട്ട് കൊറേ വന്നിട്ടുണ്ട്. അതെല്ലാം ഡിസ്പോസ് ചെയ്തോ? അതെല്ലാം ഡിസ്പോസ് ചെയ്തു. ഹൃദയമാണ്. ഓക്കെ, ഇത് മാത്രം. അപ്പോ ഇത് എങ്ങനെ ഒരു വിനയാന്വിതനായിട്ട് വന്നാണോ പറഞ്ഞത്? ഇഷ്ടമാണെന്ന് പറഞ്ഞത്? അതെ അതെ. അങ്ങനെ ഇല്ല, ആദ്യമൊന്നും ഞാനൊരു റിപ്ലൈയും കൊടുത്തില്ല. വിട്ട് കളഞ്ഞ് വേറെ വണ്ടി നോക്ക പറഞ്ഞോ? അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ അത് എപ്പോഴാ ഒരു നഷ്ടക്കച്ചവടം മനസ്സിലായത്? അല്ല, പിന്നെ എന്തോ ഒരു അല്ല, എന്താണ് ഇദ്ദേഹത്തിനെ അട്രാക്ട് ചെയ്തത്? സൗന്ദര്യമാണോ പാട്ടാണോ? അല്ല, എനിക്ക് അട്രാക്ട് ചെയ്തത് ആള് പാവമാണ്. ആ ഒരു ഇത് നമുക്ക് ശരിക്കും തോന്നി. കല്യാണം കഴിഞ്ഞ എത്ര കാലമായി? 6 മാസം. 6 മാസേ ഉള്ളല്ലേ? ഓക്കെ. ആ പുതുമുടിയില എപ്പോഴും നടക്കുന്നത്. ആ ഒരു കാര്യം ഞാൻ ഇദ്ദേഹം വീണുപോയെന്നൊക്കെ ഞാനങ്ങ് പറയുമോ? വീണുപോയ ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? ഏത് പാട്ട് കേട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് പ്രശ്നമായത്? അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ കോളേജിലായി. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടിൽ നമുക്കൊന്ന് തുടങ്ങാം. എന്നു വരും നീ എന്റെ നീലാപന്തലിൽ വെറുതെ എന്റെ കീനാപന്തലിൽ വെറുതെ കാണാൻ വെറുതെ ഇരിക്കാൻ വെറുതെ വെറുതെ ചിരിക്കാൻ തമ്മിൽ വെറുതെ വെറുതെ മിണ്ടാൻ. ഈ പാട്ടായിരുന്നോ ഏറ്റവും താല്പര്യം? തീർച്ചയായിട്ടും സാർ. ആണോ? അതെ. അപ്പൊ ഈ കുട്ടിയെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ അമ്മ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. തീരുമാനിച്ചതിന്റെ കാര്യം എന്തുവാ? എന്തോ ലാലേട്ടൻ പറഞ്ഞാലോ നമുക്ക് പറയാം. എന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ആണോ? ഇപ്പഴാ ഇഷ്ടം കുറഞ്ഞോ? 6 മാസം കഴിഞ്ഞപ്പോ? ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും മുമ്പോട്ട് പോകുന്നുണ്ട്. ആണല്ലേ? ഇഷ്ടം തന്നെയാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത്. അമ്മയ്ക്ക് ടെൻഷൻ ആവരുത് അല്ലേ? ആദ്യം അമ്മ ഒന്ന് ഉടക്കിയതാ അല്ലേ? അല്ലേ അമ്മ ഉടക്കാൻ കാര്യം എന്താ? അമ്മേ, ഈ കല്യാണം വേണോ വേണ്ടേ തീരുമാനിക്കുന്നത് ഉടക്കിയോ? ഉടക്കിയൊന്നുമില്ല. വന്ന് പറഞ്ഞപ്പോ നമ്മള് സ്വാഭാവികമായിട്ടും ഒരു ഇങ്ങനെ പറഞ്ഞു. പിന്നെ കൊച്ചിന് അത് മതിയെന്ന് ഇവര് രണ്ടുപേരും കൊച്ചിങ്ങനെ പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവനൊരു ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വീട്ടിലുള്ള അമ്മാവനും അച്ഛനായിട്ടും ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെ ആലോചനയായിട്ട് വന്നാണ്. പിന്നെ നമുക്ക് വേറെ അതോടെ ഇതിന്റെ പാട്ട് തീർന്നോ? ഇല്ലല്ലോ, ആദ്യം അമ്മയുടെ അടുത്താണ് പറഞ്ഞത് അല്ലേ? ഈ ഇദ്ദേഹത്തിന്റെ പാട്ട് പിന്നെ തുടർന്നോന്ന് ചോദിക്കാം. അപ്പൊ പാട്ട് കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ നടേശ മാഷിന്റെ മോഡല്ലേ പഠിപ്പിക്കുന്നത്? മോശമാൻ വഴിയില്ലല്ലോ. അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമ്മളെ 20 ചോദ്യങ്ങളുടെ ഒരു കോടി തീരുമാനിച്ചു. ആ കുട്ടേട്ടന്റെ കാര്യം മറന്നു. ഇവിടെ കുട്ടേട്ടനെ ഇപ്പൊ പാട്ട് പാടിയാല് കുട്ടേട്ടൻ മറുപാട്ട് പാടും. അങ്ങനെ രസമുണ്ട് കുട്ടേട്ടനെ പഠിപ്പിച്ചതാരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. കുട്ടേട്ടന്റെ ഗുരു ആരാ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഗുരു ഇല്ല. എന്റെ മെമ്മറിയിൽ കുറേയധികം പാട്ടുകൾ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഈ പാട്ടിനൊരു മറുപാട്ട് പാടാമോ? തീർച്ചയായിട്ടും. ആതിരയ്ക്ക് ഏത് പാട്ട് കേൾക്കണം? അതിനൊരു പാട്ട് പറ. കുട്ടേട്ടന് വേണ്ടിയിട്ടാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക്. കരളെ കരളിന്റെ കരളെ കരളിന്റെ കരളെ. അല്ല, അതിനിടയ്ക്ക് ഞാൻ കേട്ടു ഈ ഹസ്ബൻഡിനെ വിളിക്കുന്ന കുട്ടേട്ടാന്നാണെന്ന്. ആണോ? അത് ഇതിന് ശേഷമാണോ? ഈ ഫ്ലവേഴ്സ് ഒരുപാട് തുടങ്ങിയതിന് ശേഷമാണോ? അല്ല, ഹസ്ബൻഡിന്റെ വീട്ടില് കുട്ടൂന്ന് എല്ലാരും വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കുട്ടേട്ടനെ കിട്ടിയപ്പോ ഞാൻ പിന്നെ അങ്ങനെ ആക്കി. കുട്ടേട്ടൻ മാർക്കറ്റ് വരികയാണ്. 2 കുട്ടേട്ടന്മാർ ഒരു കുടക്കീഴിലോ. എന്തായാലും ആതിരയ്ക്ക് വേണ്ടിയിട്ട് ആതിര ചോദിച്ച ഗാനം തന്നെ പാടാം. കരളേ കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നു കിണുങ്ങാതെ. ഞാനില്ല നിന്നോട് കൂടാൻ, ഞാനില്ല നിൻ വിളി കേൾക്കാൻ,
അങ്ങനെ നീ കലമ്പാതെടി കുറുമ്പി എന്റെ സ്നേഹിതനാണു നീ. കരളേ കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ. എന്തായാലും കുട്ടേട്ടനുണ്ടല്ലേ കലക്കി കളഞ്ഞല്ലേ. അപ്പൊ ഈ കുട്ടേട്ടന്റെ പാട്ട് ഇപ്പൊ കേരളത്തിൽ അലയടിച്ചോണ്ടിരിക്കുക. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും കുട്ടികൾക്കാണ് കുട്ടേട്ടന്റെ പാട്ട് കരമായിക്കൊണ്ടിരിക്കുന്നത്. പാട്ട് പാടിയാൽ, മത്സരാർത്ഥി പാടിയാൽ കുട്ടേട്ടൻ മറുപാട്ട് പാടും. അതാണ് അത്. ഏത് പാട്ട് കുട്ടേട്ടന്റെ ഈ ആമസോണിലൊക്കെ വീഡിയോ വെച്ചിരിക്കുന്നില്ലേ, അതുപോലെ വീഡിയോ വെച്ചിരിക്കുക. ഓക്കെ, നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമുക്കിനി കുഞ്ഞിരാമനെ കൂടി പരിചയപ്പെടാം. ഇവിടെ ഒരു കുഞ്ഞിരാമനുണ്ട്. ആളെ കണ്ടിട്ടുണ്ടോ? കുഞ്ഞിരാമനാണ് ഇവിടുത്തെ വാട്ടർ സപ്ലൈ മാൻ, മിനിസ്റ്റർ ഫോർ വാട്ടർ. കുഞ്ഞിരാമ. ഓക്കെ, നല്ല ശുദ്ധമായ വെള്ളമാണ്. കുട്ടേട്ടന് കൊടുക്കണോ? ഈ കുട്ടേട്ടനും ആ കുട്ടേട്ടനും? ഞാൻ ചോദിച്ചത് ഈ കുട്ടേട്ടന്റെ കാര്യം. അതെ അതെ അതെ, ഞാൻ ചമ്മിയല്ലോ ബോസ്. എനിക്ക് മനസ്സിലായി. ഇവിടെ കുട്ടേട്ടന് ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ കുഞ്ഞിരാമനെ വിട്ടിട്ട് പറയല്ല, കുഞ്ഞിരാമനോട് വഷളായി പോകും. കുഞ്ഞിരാമ വീട്ടിൽ പോ. പ്രശ്നം ഇത്രേ ഉള്ളൂ. കുട്ടേട്ടന് പെമ്പിള്ളേരെ കണ്ട പ്രശ്നം. ഏറ്റവും ഇഷ്ടം പെമ്പിള്ളേരെയാ. അല്ലേ, കാണാറുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഇയാളെ കണ്ട് വലിയ സന്തോഷമായി. അതാണ് പ്രശ്നമല്ലേ? രണ്ടും കുട്ടേട്ടനാണല്ലോ. അതെ അതെ അതെ. ഇതില് കുട്ടേട്ടന്റെ സ്വഭാവം ആർക്കാന്നുള്ള പ്രശ്നം അല്ലേ? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ. ഹാർട്ട് ബീറ്റ് നോക്കിയാലോ? കുട്ടേട്ട ഹാർട്ട് ബീറ്റ് എത്രയുണ്ട്? 95. അത് കൂടുതലാണോ? കുഴപ്പമൊന്നുമില്ല, അത് വലിയ പ്രശ്നമൊന്നുമില്ല. പൊതുവേ ഊഷ്മാവുള്ള ആളാണോ പുള്ളിക്കാരി? കുറച്ച് കുറവാണ് സാർ. ആണോ? അതെ. ഉടക്കുവോ? നന്നായിട്ട് ഉടക്കുവോ? വല്ലപ്പോഴൊക്കെ. നല്ലത്, സ്ഥിരമായി ഉടക്കരുത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി ചോദ്യത്തിലേക്ക് പോവാം. 10,000 രൂപയുടെ ആദ്യത്തെ ചോദ്യം. മോണിറ്റർ പ്ലീസ്. ഏത് ജില്ലയിലാണ് ചെമ്പ്രമല സ്ഥിതി ചെയ്യുന്നത്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി വയനാട്, ഓപ്ഷൻ ഇ പാലക്കാട്. വയനാടാണെന്ന് തോന്നുന്നു സാർ. കൂട്ടാമോ? കൂട്ടാം. വയനാട്. വയനാട് പൂട്ടാം. കൂട്ടാം. പൂട്ടി കഴിഞ്ഞാൽ? ഞാൻ പൂട്ടി. കൂട്ടാം. പൂട്ടി കഴിഞ്ഞാൽ തുറന്നു വരുമ്പോ സ്ഥിതി എന്താവും? ജയിക്കും. ജയിക്കോ? ആര്? ഞാനോ? ഞാൻ ജയിക്കും. ആതിര ജയിക്കും എന്നാണ് ഉറപ്പ്. അപ്പൊ ആതിര ജയിക്കും എന്നുള്ള ഉറപ്പിൽ ഞാനത് പൂട്ടുന്നു. ഓപ്ഷൻ ഡി വയനാട് പൂട്ടി. താങ്കൾ പറഞ്ഞ ഉത്തരം? താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 10,000 രൂപയുടെ ചോദ്യം കേട്ടോ. അമ്മയ്ക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? അമ്മ ഇനിയും കോടികൾ എത്തുന്ന കാര്യം ആലോചിച്ചോണ്ടാണോ ഇങ്ങോട്ട് വന്നത്? അമ്മ എന്താ പറഞ്ഞത് മത്സരിക്കാൻ പോകുന്നു പറഞ്ഞപ്പോ? കോടിയൊന്നല്ല പറഞ്ഞത്, നമ്മുടെ കഴിവ് കാണിക്കാൻ പറ്റുക, പിന്നെ ഇതുപോലത്തെ ഫ്ലോറ് വരികയെന്നുള്ളത്. അത് തന്നെ. ഈ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ, ക്ലാസിക്കൽ മ്യൂസിക് കോമ്പറ്റീഷൻ ഒക്കെ പോയിട്ടുണ്ടോ? കോമ്പറ്റീഷൻ പോലെ കുറവായിരുന്നു. എനിക്ക് അല്ലാതെ ഈ സിനിമാ പാട്ടൊക്കെ പാടാനാണ് കൂടുതലും താല്പര്യമായിരുന്നു. പിന്നെ കവിത റെസിറ്റേഷന് പോവായിരുന്നു. സ്കൂളിൽ പഠിച്ചപ്പോ ലൈറ്റ് മ്യൂസിക്കിനൊക്കെ പോവായിരുന്നു. കോളേജ് ആയപ്പോ പിന്നെ ഈ നിർത്തിയോ? കോളേജിൽ സമയം കിട്ടില്ലയോ? ഈ മനുഷ്യൻ വന്ന് പെട്ടതാണോ പ്രശ്നമായത്? അല്ല, സിനിമാ പാട്ട കൂടുതലും പിന്നെ പാടാനൊരു ഇഷ്ടമായിരുന്നു. അങ്ങനെ റെസിറ്റേഷൻ ചെല്ലും. സിനിമാ പാട്ടായിരുന്നു താല്പര്യം അല്ലേ? അപ്പൊ ഒരു സിനിമാ പാട്ടൂടെ പാടിയല്ലോ നമുക്ക്. 2 വരി, ഒരു പല്ലവി പാടി അങ്ങോട്ട് മുന്നോട്ട് പോവാം. അപ്പൊ ഏതാ പാടുന്നത്? കുട്ടേട്ടനോട് ഇഷ്ടമുള്ള ഒരു പാട്ട്. കുട്ടേട്ട ഏത് പാട്ടാ വേണ്ട കുട്ടേട്ടന്? എനിക്ക് ഇഷ്ടമുള്ളത് ബോസിന് അറിയാലോ, പ്രണയഗാനങ്ങളാണ്. എല്ലാം പുള്ളിക്ക് പ്രണയഗാനം, റൊമാൻറ്റിക് സോങ്സ് ഉള്ളി. ഷുഗർ പുള്ളി കൂടി വരിക. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവ്. എനിക്ക് ലോ ഷുഗർ ആണ്, അതൊന്ന് കൂട്ടാൻ വേണ്ടിട്ടാണ്. അത് വേണ്ട, ഇനി കൂട്ടണ്ട. ഇപ്പൊ തന്നെ കൂടുതലല്ലേ? ഇപ്പൊ തന്നെ കുറച്ച് കൂടുതലാ. ഇപ്പൊ ഏതാ? മരുഭൂമിയിൽ വന്ന മാസമേ നീ മടങ്ങിപ്പോവുകയോ എന്നുള്ള പാട്ടാണോ വേണ്ടത്? കൃഷ്ണ, നീ എന്നെ അറിയില്ലേ അല്ലേ? ഇഷ്ടമുള്ളൊരു ആതിരക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാട്. റൊമാൻറ്റിക് സോങ് ആയാൽ മതി. കുട്ടേട്ടൻ ഹാപ്പി. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തൂവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ വണ്ടുലന്ന മലർ പോലെ വാർനിലാവിനിതൾ പോലെ നെഞ്ചിനുള്ളിലൊരു മോഹം, അതിനിന്ദ്രനീലലയഭാവം കുങ്കുമമേഘം
കുളിരു കോർക്കുമൊരു മഞ്ഞല പോലെയുലാവാം അമ്പിളി നാളം പതിയെ മീട്ടുമൊരു തമ്പുരു പോൽ തലോടാം തങ്കത്തിങ്കൾ കിളിയായി കുറുകാം താരത്തൂവൽ മെനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. കുട്ടേട്ടന് സന്തോഷമായല്ലോ കുട്ടേട്ടാ. Yes, അപ്പൊ boss. നമ്മളെ മത്സരം തുടരുന്നു. നമ്മൾ ഇനി 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ ബോസ്. മോണിറ്റർ. ഏറ്റവും പഴക്കമുള്ള വേദം എന്നറിയപ്പെടുന്ന വേദം ഏതാണ്? ഓപ്ഷൻ എ ഋഗ്വേദം, ഓപ്ഷൻ ബി യജുർവേദം, ഓപ്ഷൻ സി സാമവേദം, ഓപ്ഷൻ ഡി അഥർവവേദം, ഓപ്ഷൻ ഇ രാമായണം. ഓപ്ഷൻ എ ഋഗ്വേദം. കൂട്ടാമോ? കൂട്ടാം സർ. കൂട്ടാം. താങ്കള് ഇപ്പോ PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ടോ? ഋഗ്വേദം പൂട്ടി? PSC പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. PG കഴിഞ്ഞപ്പോ. PG ഏതായിരുന്നു? PG കൊമേഴ്സ് ആയിരുന്നു. കൊമേഴ്സ് ആയിരുന്നു. അപ്പൊ കൊമേഴ്സ്യൽ ആക്ടിവിറ്റി ഒക്കെ അവിടെ നിന്ന് ഞാൻ PSCയിലേക്ക് ചാടി അല്ലേ? അപ്പൊ PG ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും കോളേജിലാണോ? അല്ല, PG കഴിഞ്ഞു. PG കഴിഞ്ഞപ്പോ PG കഴിഞ്ഞു. ഇതേ എവിടെ എത്തി നമ്മുടെ പ്രണയേശ്വരൻ? പ്രണയേശ്വരൻ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോ പ്രൈവറ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ആ വഴിക്കങ്ങ് പോയി അല്ലേ? ആ വഴിക്ക് പോയി സാർ. അപ്പൊ ഓക്കെ, നന്നായി. അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഋഗ്വേദമാണ് നമ്മൾ പൂട്ടിയിരിക്കുന്നത്. തുറക്കുന്നു. എന്ത് സംഭവിക്കും? ഉത്തരം ശരിയായിരിക്കണം. ഉത്തരം ശരിയാണ്. അറിയായിരുന്നു ഇത്? ഇതോ കറക്കി കുത്തിയതാണ്? അല്ല, ഞാൻ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട്. അപ്പൊ PSC ടെസ്റ്റ് എഴുതാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ഇപ്പോ? PSCക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഇപ്പൊ താങ്കളുടെ ലക്ഷ്യം എന്താ? ജോലിയുടെ കേസ് പറയുകയാണെങ്കിൽ എനിക്കൊരു ഗവൺമെന്റ് ജോബ് ആണ് ആഗ്രഹം. സർക്കാർ ജോലി കിട്ടിയാലേ സംതൃപ്തി പെടൂ. അത് ഭർത്താവ് സ്വകാര്യ ബാങ്കിലായിട്ടാണോ? അല്ല, നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഒരു സെക്യൂർ ആണല്ലോ. സെക്യൂരിറ്റിയോ? അതിന് കൂടെ കെട്ടിയോന്നില്ലേ? അതിന് സെക്യൂരിറ്റി ഓഫീസറായിട്ട് ഉണ്ടല്ലോ അല്ലേ? അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛൻ ഇലക്ട്രീഷ്യനാ. അപ്പൊ ഗവൺമെന്റ് ജോലി വേണം. ഗവൺമെന്റ് വിഷമിച്ചു പോകും. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഗവൺമെന്റ് ജോലി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? സാധാരണ ആതിര, ഈ അവൾക്ക് ഇഷ്ടം പോലെ മുടിയുണ്ട് അല്ലേ? ആധുനിക കാലത്തൊക്കെയാണ് ആൾക്കാരെല്ലാം മുടി വെട്ടി ബോബ് ചെയ്ത് നല്ല കറ്റകാർക്കും നേരെ കുറ്റിയാറ്റി പോകുന്ന കാലമല്ലേ അല്ലേ? അപ്പൊ കുട്ടേട്ടൻ അത് എടുത്തു പറയാൻ ആഗ്രഹിച്ചിരിക്കുമായിരിക്കും. ഞാൻ അങ്ങ് ചോദിച്ചോണ്ട്. അപ്പൊ എന്താ ഇത് നിലനിർത്താൻ കാര്യം? നിലനിർത്താൻ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു മുടിയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിനും മുടി ഇഷ്ടമാണ്. പിന്നെ എനിക്കും വെട്ടുമ്പോ എന്നെ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ എനിക്കൊരു ടെൻഷൻ, ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ ഇനി എന്നെ കൊള്ളാതെയാവോ? ഇപ്പൊ എല്ലാവർക്കും മുടി ഭയങ്കര കാര്യം. എന്നെ കാണുമ്പോ തന്നെ എല്ലാവരും മുടിയുടെ ഒരു ഇത് പറയാറ്. മുടി എപ്പോഴും ഒരു ആകർഷണമായിരുന്നു മലയാളി പെൺകുട്ടി. അപ്പൊ താങ്കൾ അത് കീപ്പ് ചെയ്തു. ഓക്കെ, താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. ഇങ്ങനെ എന്നെ കീപ്പ് ചെയ്തോളൂ. അപ്പൊ ഈ വീട്ടിലെ പൊതുവെയുള്ള സാമ്പത്തിക അവസ്ഥയൊക്കെ എങ്ങനെയാ? ഇത് അത്യാവശ്യം സാധാരണ ഒരു കുടുംബം ആ ഒരു രീതിക്കാണ്. പിന്നെ നമുക്ക് ഇപ്പൊ ഹസ്ബൻഡിന് വീടില്ല. അപ്പൊ വീട് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധാ ഒരു കുടുംബത്തിന്റെ ഇത് തന്നെയാ. ഒരു മധ്യവർഗ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ അല്ലെ? വലിയ ടെൻഷൻസ് ഒന്നുമില്ല? ഇല്ല, അങ്ങനെയൊക്കെ പോകുന്നു. ഒന്നുമില്ല അല്ലെ? അച്ഛൻ ഇലക്ട്രീഷ്യൻ പണിന്നൊക്കെ നല്ല വരുമാനം ഉണ്ടോ? അച്ഛൻ ഇലക്ട്രീഷ്യൻ അത്ര വലിയ വരുമാനമൊന്നുമില്ല. എന്റെ വീട്ടിലാണെങ്കിൽ എത്ര മക്കളാ? അനിയത്തി ഉണ്ട്. അനിയത്തി CA പഠിക്കുന്നു. ആര്യ എന്നാണ് പേര്. അമ്മയ്ക്കാണ് പിന്നെ ഒരു, നമുക്കറിയാലോ സാലറി കിട്ടുന്നത് അമ്മയ്ക്കാണ്. അച്ഛന് വല്ലപ്പോഴൊക്കെ ഇലക്ട്രിക് വർക്ക് ആയതുകൊണ്ട് അങ്ങനെ കിട്ടും. ശ്രീശങ്കര കോളേജിലായിരുന്നു ബികോം പഠിച്ചത്? ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജ്. അല്ല, അവിടെയാണോ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്? ഇവരുടെ രണ്ടുപേരും സീനിയർ ആയിരുന്നു. ശരി. ഓക്കെ, താങ്കൾ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു എന്നല്ല പ്രശ്നം. പഠിച്ചോണ്ട് വന്നാണ് അല്ലേ? ഓക്കെ, വർക്ക് ചെയ്യുന്നത് കാലടിയിലാണ്. ഞാൻ വിചാരിച്ചു നീ ഇവരവിടെ പഠിച്ചു, താങ്കൾ പഠിപ്പിച്ചു. അതല്ല, രണ്ട് ശ്രീശങ്കരായ എന്റെ പുള്ളി ആലോചിച്ചു. എനിക്ക് അത്രയൊന്നും പ്രായമൊന്നുമില്ല എന്നായിരിക്കും അല്ലേ? ചുമ്മാ പറഞ്ഞാ സാറേ. അപ്പൊ നമുക്കിനി അടുത്ത 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടന്നാലോ? 30,000 rupees. മോണിറ്റർ. ചോദ്യം ഇതാണ്. ഇനി പറയുന്നതിൽ പ്രാചീന കവിത്രയത്തിൽപ്പെട്ടയാൾ ആരാണ്? ഓപ്ഷൻ എ വള്ളത്തോൾ, ഓപ്ഷൻ ബി ചെറുശ്ശേരി, ഓപ്ഷൻ സി ഉള്ളൂർ, ഓപ്ഷൻ ഡി G ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ ഇ ഇരയിമ്മൻ തമ്പി. താങ്കള് കവിതയൊക്കെ പാടുന്ന ആളല്ലേ? ആരുടെ കവിതയാ കൂടുതൽ ആലപിക്കുന്നത്? ഞാൻ മുരുകൻ കാട്ടാക്കടയുടെ രേണുക തന്നെയാ മിക്കവാറും ആലപിക്കാറ്. മുരുകൻ കാട്ടാക്കടയാണോ? എനിക്ക് ആ രേണുക ഭയങ്കര ഇഷ്ടം. അപ്പൊ 2 ലൈൻ അത് പഠിക്കൂ. അത് നിന്നിട്ട് വേണം നമുക്ക് ഇതിന്റെ ഉത്തരം പറയാൻ. അല്ലെങ്കിൽ ഉത്തരം പറഞ്ഞിട്ട് അല്ലേ? അറിഞ്ഞിട്ട് ടെൻഷൻ ഉണ്ടോ? എന്നാലും ഓക്കെ, അപ്പൊ ഉത്തരം പറയൂ. സാർ, ഓപ്ഷൻ ബി ചെറുശ്ശേരി. ചെറുശ്ശേരിയെ നമുക്ക് പൂട്ടാമോ? പൂട്ടാം. അത്ര എളുപ്പമുള്ള പരിപാടിയല്ലത്.
എന്നാലും നമ്മൾ പൂട്ടുന്നു. ഓപ്ഷൻ ബി ചെറുശ്ശേരി പൂട്ടിയിട്ടു. അപ്പൊ ഇനി നമുക്ക് മുരുകൻ കാട്ടാക്കട. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോളേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ഘനഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ. താങ്ക് യു. അപ്പോ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരുന്നു. ചെറുശ്ശേരിയാണ് പ്രാചീന കവിത്രയത്തിൽപ്പെട്ടയാൾ എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പൂട്ടുകയും ചെയ്തു. അപ്പൊ എത്രായിരം രൂപയുടെ ചോദ്യമായിരുന്നു? 30,000 രൂപയുടെ ചോദ്യം. 30,000 രൂപ വഴി കൊണ്ട് കളഞ്ഞോ? എനിക്കൊരു സംശയമാണ്. ആലോചിക്കാതെ എടുത്ത തീരുമാനമായിരുന്നു ഇത്. താങ്കൾ കവിതയൊക്കെ പാടുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ വലിയ പ്രതീക്ഷയിലായിരുന്നു. അല്ല സാർ, കാരണം വള്ളത്തോളും ഉള്ളൂരും പ്രാചീന ആധുനികത്തിലുള്ളത്. അപ്പൊ ചെറുശ്ശേരി പ്രാചീനമാവാനാ സാധ്യത. ആശാനുള്ളൂർ വള്ളത്തോൾ. ആശാനുള്ളൂർ വള്ളത്തോൾ. എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാരാണ് പ്രാചീന കവിത്രയത്തിൽപ്പെടുന്നത്. വിവരമുണ്ടല്ലോ. ഉത്തരം ശരിയാണ്. അപ്പോ 30,000 രൂപ നിറവോടെ നമ്മൾ തരുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പറയൂ കുട്ടേട്ടാ. ഇവരുടെ വീട്ടിലെല്ലാവർക്കും ബോധം കെടുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയുണ്ട്. അങ്ങനെയുണ്ടോ? കൂട്ടത്തോട് ബോധം കെടും. കുറച്ച് ആണോ? അല്ല, ഒരാള് ബോധം കെട്ടാതെ കണ്ട് മറ്റുള്ളവരൊക്കെ വീഴുവോ? എന്റെ വീട്ടില്, ഹസ്ബൻഡിന്റെ വീട്ടിലെല്ലാരും സ്ട്രോങ് ആ, പക്ഷെ എന്റെ വീട്ടിലെല്ലാരും വീക്കാ. ബോധം കെടും പെട്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. എന്ന് ഞങ്ങള് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ ഇങ്ങനെ വണ്ണൊക്കെ കുറഞ്ഞിരിക്കണോണ്ട് ഏതെങ്കിലും ഡോക്ടറെ പോയി കാണുമ്പോ ആദ്യം ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യും, ഹിമോഗ്ലോബിൻ ഉണ്ടാന്നൊക്കെ നോക്കാൻ പറയും. പക്ഷെ എല്ലാം ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കണോന്നുള്ളൂ. മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് ഞാനും അച്ഛനും അനിയത്തിയും കൂടി ആയിരുന്നു ഒരു ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. 2 മക്കളാണോ? അനിയത്തി ഉണ്ട്. അനിയത്തിയുടെ പേര് ആര്യ എന്നാണ്. ആര്യ. അവൾ എന്താ ചെയ്യുന്നത്? CA പഠിക്കുന്നു. അപ്പൊ ആദ്യം ആര്യനെ കയറ്റി അവര് ബ്ലഡ് ഒക്കെ എടുത്തു, അവിടെ കൊണ്ടിരുത്തി. പിന്നെ എന്നെ കയറ്റിയപ്പോ എനിക്ക് സത്യത്തിൽ എല്ലാം പേടിയാ, ഒരു എല്ലാ കാര്യങ്ങളും പേടിയാ. എന്നിട്ട് ഞാൻ കേറി അച്ഛന്റെയും അനിയത്തിയുടെ അടുത്തേക്ക് എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് തല കറങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വീണു. എന്നെ കണ്ടോടുകൂടി അനിയത്തി തലകുറ്റി വീണു. രണ്ടുപേരെയും കണ്ടോടുകൂടി അച്ഛനായിരുന്നു ഞങ്ങളെ പിടിച്ചോണ്ടിരുന്നത്. പക്ഷെ അപ്പൊ തന്നെ അച്ഛനും അവിടെ കിടന്നു. വന്നിട്ട് പറ്റൂല എന്ന് പറഞ്ഞു 3ാമത്തെ ആളും കിടന്നു. 3 പേരും അവിടെ കിടപ്പായിരുന്നു. അവരൊക്കെ എന്നിട്ട് ലാബിലെ ആൾക്കാരൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട്. അമ്മയില്ലാത്ത ഭാഗ്യം. അമ്മയായിരുന്നു ഇച്ചിരി സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് അമ്മയെ കൊണ്ടുപോയില്ല. അമ്മ കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആണോ? അവിടെ ആരാ വീക്കായി പോയത്? അച്ഛൻ വീക്കാണ്. പിള്ളേരും ആ വഴിക്കായി പോയി. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന്റെ ഭാഗ്യം. ഒരു സ്ട്രോങ് ആയിരുന്നെങ്കിൽ അല്ലേ, പുള്ളി സന്തോഷിച്ചിരിക്കുക അവിടെ. ഓക്കെ, ഇനി നമുക്ക് 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. വിജയകരമായിട്ട് ചെറുശ്ശേരിയെ നമ്മൾ പൂട്ടി പൈസ വാങ്ങിച്ചു. റെഡി. ഇനിയിപ്പോ നമ്മൾ ആരെയാ പൂട്ടാൻ പറ്റുന്ന നോക്കട്ടെ. 40,000 രൂപയുടെ ചോദ്യം ഇങ്കർ മോണിറ്റർ. ആഗ്നേയ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ എ തൈറോയിഡ്, ഓപ്ഷൻ ബി അഡ്രിനൽ, ഓപ്ഷൻ സി പാൻക്രിയാസ്, ഓപ്ഷൻ ഡി പിറ്റ്യൂട്ടറി, ഓപ്ഷൻ ഇ ഹൈപ്പോതലാമസ്. പിടിവള്ളി എടുക്കണം. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പിടിവള്ളി എടുക്കാം. സംശയമാണ്. ആരുടെ പിടിവള്ളിയാ ഇഷ്ടം? കുട്ടേട്ടനെ വിളിക്കാം. ഏത് കുട്ടേട്ടൻ? തൽക്കാലം ഈ കുട്ടേട്ടനോട് വിളിക്കാം. ആ കുട്ടേട്ടൻ ഇപ്പൊ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ അല്ലേ? ഓക്കെ, തൽക്കാലം ഈ കുട്ടേട്ടൻ പറയൂ. ആദ്ര 2 ഓപ്ഷൻസ് ഞാൻ പറയും. അതിൽ 1 ശരി ഉത്തരം. എ തൈറോയിഡ്, സി പാൻക്രിയാസിസ്. സംശയമുണ്ടോ? ഇത് രണ്ടുമായിരുന്നു എനിക്ക് സംശയമുള്ള ഓപ്ഷൻസ്. അതല്ലേ? അല്ല, ഇതൊരു സംഭവം ഉത്പാദിപ്പിക്കുന്ന ഒരു സാധനമാണിത്. ഞാൻ ഇത് വായിച്ചിട്ടുണ്ട്. സയൻസ് പഠിച്ചപ്പോ തുടക്കത്തിൽ തന്നെ ഒക്കെ പഠിക്കുന്ന കാര്യമാണ്. പക്ഷെ കൃഷ്ണ ഞാൻ പഠിച്ചതായിരുന്നു, അറിയാമായിരുന്നു. അതിന്റെ ടെൻഷൻ. ഏതെങ്കിലും ഒരു ഉത്തരം പറയും. കൃഷ്ണനാണോ ഇഷ്ടദൈവം?
കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ കൃഷ്ണൻ, വലിയ 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 ലോങ് ഇഷ്യൂസ്, വലിയ ഇഷ്യൂസ് ആണെങ്കിൽ മഹാദേവന്. മഹാദേവൻ, ശിവനാണ് അല്ലേ? അപ്പൊ ചെറിയ ചെറിയ ലോക്കൽ ഇഷ്യൂസിനെല്ലാം ശ്രീകൃഷ്ണനും, വലിയ ഇഷ്യൂസിനെല്ലാം അല്ലേ? അങ്ങനെയല്ല, കൃഷ്ണൻ എന്ന് പറയുമ്പോ ഒരു കളിക്കൂട്ടുകാരൻ. ഒരു അവസ്ഥ. 50,000 മുകളിൽ പോയാൽ പരമശിവനിലേക്ക് പോകും അല്ലേ? ഇങ്ങനെയാണോ? അങ്ങനെയൊന്നല്ല, രണ്ടുപേരും. ഇനിയിപ്പോ സമയം സർ, ഓപ്ഷൻ സി പാൻക്രിയാസ്. പൂട്ടട്ടോ? ഞാൻ പൂട്ടി. പാൻക്രിയാസ് പൂട്ടി. ആഗ്നേയ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പാൻക്രിയാസ് എന്ന് പറഞ്ഞിരിക്കുന്നു. പെരുമ്പാവൂർന്നല്ലേ വന്നേ? വണ്ടി റെഡിയല്ലേ? റെഡിയാക്കണം. വണ്ടി റെഡിയാക്കേണ്ടി വരും. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യമല്ലേ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ എന്താ ചെയ്യാൻ, നമ്മൾ മുഖം പിടിച്ച് വീണ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. താങ്കൾ പറഞ്ഞ ഉത്തരം എന്റെ കണ്ണിലേക്ക് നോക്കൂ. എന്റെ ഉത്തരം എന്തായിരിക്കുമെന്ന് വായിച്ചറിയാൻ പറ്റുന്നുണ്ടോ? തോന്നുന്നുണ്ട്. എന്റെ മുഖത്ത് എഴുതി വെച്ച പോലെയുണ്ട് തെറ്റാണെന്നല്ലേ? അങ്ങനെ കൃത്യം വായിച്ചെടുത്താൽ നല്ല മനസ്സും തന്നി താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് ആണ് എന്റെ മുഖം പ്രകടിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, പറയാറുണ്ടല്ലേ? അയ്യോ, ഞാൻ വളരെ സന്തോഷത്തോടെയും ചിരിച്ചുവല്ലേ, വളരെ റിലാക്സ് അല്ലേ? ലോകത്തിൽ ഇത്രയും റിലാക്സ് ആയിട്ടുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ കാണത്തില്ല. പക്ഷെ സാറിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ കുറച്ച് എല്ലാവരും പറയുന്നുണ്ടല്ലേ? അപ്പൊ അത് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന, ഇങ്ങനൊന്നും അല്ല എന്റെ മുഖം, ഇതല്ല. ഓക്കെ, റെഡി. അപ്പൊ താങ്കള് സഞ്ചാരിയാണോ? ഞാൻ സഞ്ചാരി അല്ലായിരുന്നു. ഇപ്പൊ സഞ്ചരിച്ചു തുടങ്ങിയോ? കല്യാണം കഴിച്ചതിന് ശേഷമാണോ ഈ വെളിപാട് വന്നത്? കല്യാണത്തിന് മുന്നേ എനിക്ക് ഇഷ്ടം. വീട്ടിലധികം അങ്ങനെ സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വിടുവോ? പുറത്തേക്ക് പോകുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ദൂരെ പോയി വിടൂല. കാരണം അമ്മയായാലും അച്ഛനായാലും അങ്ങനെ പോയിട്ടില്ല അധികം. അപ്പൊ പിന്നെ രണ്ട് പെൺകുട്ടികള് ഇല്ല, അച്ഛനാണ് മിക്കാറും. അപ്പുറം കടയിൽ പോണെങ്കിൽ അച്ഛനെ വിളിച്ചോണ്ടാ ഞാൻ പോവാറായിരുന്നു. നല്ല പേടിയുള്ള ആളാണോ കുട്ടി മനസ്സുകൊണ്ട്? എനിക്ക് അങ്ങനെയില്ല, എന്നാലും രക്തം കണ്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പോകുന്ന വഴിക്ക് വല്ല ജംഗ്ഷനിൽ കാണുന്നെങ്കിൽ രക്തം കണ്ടുപോയാൽ, ഇന്നത്തെ കാലത്ത് രക്തം എവിടെയും കാണാം, വല്ല ആക്സിഡന്റ് നടക്കോ ഇതിലേക്ക് കാണാം. രക്തം കണ്ടാ പ്രശ്നം, പിന്നെ എടുത്ത് ചക്ക വെട്ടിയിട്ടുള്ള അങ്ങനെ മാത്രല്ല സാർ, ഞാൻ ആരെങ്കിലും കരയണ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ആണോ? അപ്പൊ സിനിമയൊക്കെ കാണാൻ പോകാൻ പറ്റത്തില്ലല്ലോ? ഇല്ല, സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കരയും. ഏത് സിനിമ കണ്ടാലും അവസാനം. ഇപ്പോഴത്തെ ചില സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജന്മം പാടായി പോകില്ല, കരഞ്ഞ് ഊപ്പാട് വരുമല്ലോ. അധികം അങ്ങനെ പോവാറില്ല. ഇല്ല, സീരിയൽ കാണാറില്ലേ? സീരിയല് കുറവാ. പിന്നെ നമ്മുടെ നന്ദനം കാണാറുണ്ട്. എനിക്ക് കൃഷ്ണനായോണ്ട് അല്ലേ? 50,000 രൂപ കൃഷ്ണനാണല്ലോ നമ്മള് അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ കൃഷ്ണൻ എന്നാ പ്രൊമോഷൻ കിട്ടുക? കൃഷ്ണന് പ്രൊമോഷൻ കൊടുക്കുന്നില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 50,000 രൂപ കൃഷ്ണനെ വെച്ച് നമുക്ക് നേടാം. കുട്ടേട്ടാ, ലെവൽ 2. ഇനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. 50,000 രൂപയുടെ ചോദ്യം. സൂക്ഷിച്ചുത്തരം പറയണം. മോണിറ്റർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന നഗരം ഏതാണ്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി ബാംഗ്ലൂർ, ഓപ്ഷൻ ഇ കൊൽക്കത്ത. സർ, ഓപ്ഷൻ ബി മുംബൈ. കൂട്ടാമോ? കൂട്ടാം. നമ്മുടെ ഈ കുട്ടേട്ടനും അറിയാവുന്ന കാര്യമായിരിക്കും ചിലപ്പോ അല്ലേ? അപ്പൊ നമ്മൾ പൂട്ടട്ടോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ നഗരത്തിലാണ് എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. എംകോം കാരി. എംകോമിന് പേദോഷം ഉണ്ടാവോ? ഇല്ല സാർ, മുംബൈ ആണ്. ഉറപ്പാണോ? എവിടെങ്കിലും വായിച്ചോ? ഞാൻ പൂട്ടി. ഇനിയിപ്പോ ധൈര്യമായിട്ട് പറഞ്ഞു. ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫ് മുംബൈ ആണ്. ഞാൻ എന്തോ ഒരു കോഡ് ഓഫ് ഇന്ത്യ വരുന്നത് മിക്കതും മുംബൈയാ. ആണോ? അങ്ങനെയൊക്കെ ഒരു കോഡൊക്കെ ഉണ്ടാക്കിയൊക്കെ പഠിക്കണം, അല്ലാതെ ഇതൊന്നും നടക്കൂല. അപ്പൊ ഞാൻ പൂട്ടി. തുറക്കട്ടോ? തുറക്കാം സാർ. തുറക്കാമല്ലോ. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ഒരു ശ്രമം കൂടെ നടത്തും. മുഖത്തൊന്ന് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കൂ. എന്ത് വൃത്തിയായിട്ട മുഖം എന്ന് ആലോചിച്ചോ? അല്ലാതെ ഒന്ന് ആലോചിച്ചെടുത്ത് നോക്കൂ. താങ്കൾ പറഞ്ഞ ഉത്തരം അതിര എംകോം കാരി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. മുംബൈയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന നഗരം. അപ്പോ അത് നമ്മുടെ ബാങ്കിനും അറിയാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ 50,000 രൂപ കയ്യിലായി. 1,00,000 രൂപ. ഈ കളി കൊള്ളാമോ? കച്ചവടം കൊള്ളാം അല്ലേ? ഇനിയിപ്പോ പരമശിവനിലേക്ക് പോവായിരിക്കും അല്ലേ? മഹാദേവൻ. അപ്പൊ യാത്രയുടെ കാര്യം പറഞ്ഞില്ല. യാത്ര ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയോ? ഇല്ല, കല്യാണം കഴിഞ്ഞ പിന്നെയാണ് ഞാൻ യാത്രയൊക്കെ കൂടുതൽ ചെയ്തു തുടങ്ങിയത്. അല്ല, ഹസ്ബൻഡും പിന്നെ മാഷും സദാസമയം മിക്കപ്പോഴും. നിങ്ങൾ ഒന്നിച്ചാണോ യാത്രയൊക്കെ? ഞങ്ങൾ മിക്കപ്പോഴും ഒരുമിച്ചാണ് യാത്രയൊക്കെ. ഓക്കെ, യാത്ര എവിടെ വരെ പോയി? സൗത്ത് ഇന്ത്യയില്
അത്യാവശ്യം കറങ്ങി തീർന്നിട്ടുണ്ട്. ഒറ്റയ്ക്കാണോ പോകുന്നത് അതോ? ഒറ്റയ്ക്കല്ല, ഞങ്ങൾ രണ്ടുപേരായിരുന്നു ട്രാവൽ പാർട്ട്നേഴ്സ് ആണ് ഞങ്ങള്. മറ്റേ കല്യാണത്തിന് മുമ്പൊക്കെ ഒരുപാട് യാത്ര പോയിരുന്നു. മാഷ് എറണാകുളം, ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് യാത്ര പറഞ്ഞിട്ട്. അതിന്റെ അഡ്മിനാണ് മാഷ്, എറണാകുളം യൂണിറ്റിന്റെ. അപ്പം എപ്പോഴും എല്ലാ വീക്കെൻഡ്സിലും ട്രിപ്പ് ആയിരിക്കും. എവിടെയെങ്കിലും ട്രിപ്പ് എവിടെയെങ്കിലും പോകും അല്ലേ? എവിടെയെങ്കിലും പോകും. ഓ, അത് നല്ലൊരു പരിപാടിയാണല്ലോ എന്തായാലും. അപ്പൊ റോഡ് മാർഗം നിങ്ങൾ എവിടെ വരെ പോകും? എന്തോ വാഹനത്തിലാ പോകുന്നത്? ബൈക്കിലാണ് പോകുന്നത്. ടൂ വീലറാ? എവിടെ വരെ പോയിട്ടുണ്ട്? ഇപ്പൊ ലാസ്റ്റ് പോയിട്ട് വന്നത് കൊടൈക്കനാലിൽ പോയിട്ട്. കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്ന് കൊടൈക്കനാലായിരുന്നു. കൊടൈക്കനാലിൽ പോയി. അപ്പൊ ഇവരെയും കൂടെ കൂട്ടുപോയി. ഇപ്പൊ കുറെ ഒരാളായല്ലോ. അതെ, അജിലിന്റെ കൂട്ടത്തിൽ ഒരാളായി. അജിലിന്റെ കൂട്ടത്തിൽ. താങ്കൾ വിവാഹിതനാണോ? അല്ല. കെട്ടണ്ടേ? കെട്ടണം. യാത്രക്കിടയിൽ ആരെയും കണ്ടുമുട്ടിയില്ലയോ? അതോ അവര് പേടിച്ച സ്ഥലം വിട്ടോ? ആണ് എന്തൊക്കെ കേട്ടോ? കണ്ടുപിടിച്ചോ? യാത്രക്കിടയിലല്ല, അല്ലാണ്ട് കണ്ടുപിടിച്ചു. ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിക്കും? ഇനി അടുത്തന്നെ ഉണ്ടാവും. മാഷിനെ പിടിച്ച് കെട്ടിച്ചിട്ട് അപ്പൊ എനിക്കും കൂട്ടാവും. അത് നന്നായി. അപ്പൊ താങ്കൾക്കും ധൈര്യമായിട്ട് പോവാം അല്ലേ? താങ്കളെ കാണുമ്പോൾ ഏതൊരു പാട്ടുകാരി എനിക്ക് ഇങ്ങനെ ഓർമ്മ വരിക. അല്ലല്ല, താങ്കളുടെ എപ്പോഴും ആരെങ്കിലും ഒക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടല്ലോ. ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ദുർഗ ആണോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോഴൊക്കെ ഒരു ദുർഗാ സാന്നിധ്യം അനുഭവപ്പെടുന്നു. ദുർഗാ വിശ്വനാഥ് ഓർമ്മയുണ്ടോ? അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെയോ ഇദ്ദേഹത്തോട് ചോദിച്ചല്ലോ. ദുർഗാ വിശ്വനാഥിനെ പടത്തിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ആരും പറഞ്ഞിട്ടില്ല. അയ്യോ, ഇനിയിപ്പോ ദുർഗ തന്നെ പറയും, ഫോൺ ചെയ്ത് പറയും കേട്ടോ. ദുർഗ ഒന്ന് ശ്രദ്ധിച്ചോളൂ, മൈൻഡ് ഇറ്റ്. ഓക്കെ, നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമുക്കിനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് അടക്കാം. 60,000 മോണിറ്റർ. ഇനി പറയുന്നവയിൽ ഇതുവരെ ഒളിമ്പിക്സ് നടന്നിട്ടില്ലാത്ത നഗരം ഏതാണ്? ഓപ്ഷൻ എ ടോക്കിയോ, ഓപ്ഷൻ ബി ഏതൻസ്, ഓപ്ഷൻ സി ബെയ്ജിംഗ്, ഓപ്ഷൻ ഡി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ലണ്ടൻ. ഒളിമ്പിക്സ് നടന്നിട്ടില്ലാത്ത നഗരം. സർ, ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ ഒളിമ്പിക്സ് നടന്നിട്ടില്ല. പൂട്ടോ? പൂട്ടി. അപ്പൊ ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടന്നിട്ടില്ല എന്നുള്ളതാണല്ലോ താങ്കൾ പറയുന്നത്. ടോക്കിയോ, ബെയ്ജിംഗ്, ലണ്ടൻ, ഏതൻസ്, ഇതൊക്കെ. ഓക്കെ, അപ്പൊ ന്യൂഡൽഹിയാണ് ഒളിമ്പിക്സ് നടന്നിട്ടില്ലാത്ത നഗരം എന്ന് താങ്കൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് പെരുമ്പാവൂരിലുള്ള ഒരാൾ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഈ ഫ്ലോറിൽ വന്നിട്ട്, ഈ അറിവിന്റെ വേദിയിൽ വന്നിട്ട് ആദ്യമായിട്ട് എംകംകാരി പറയുന്നു ഒളിമ്പിക്സ് നടന്നിട്ടില്ലാത്ത നഗരം ന്യൂഡൽഹിയാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരം ശരിയാണ്. അപ്പൊ 60,000 രൂപ കിശലായോ? ഒരു കണക്കത്തിയാണോ താങ്കൾ? കൊമേഴ്സ് പഠിച്ച ആളല്ലേ? ഭർത്താവിന്റെ ശമ്പളമൊക്കെ കൃത്യമായിട്ട് 1-ാം തീയതി കൊണ്ട് തന്നെ ഏൽപ്പിക്കണമെന്ന് പറയൂ? ഇല്ല. ആരാ അതൊക്കെ ചെലവാക്കി കളയുന്നത്? ആണോ? രണ്ടുപേരോട് ചേർന്നങ്ങ് ചെലവാക്കി കളയാല്ലേ? ഉണ്ടോ? ഓക്കെ, നല്ല കാര്യം. കുട്ടിയേട്ടാ പറയൂ. ആദ്യക്ക് ഹൊറർ സിനിമകൾ കണ്ട് ചിരിക്കുന്ന ഒരു വിചിത്രമായ സ്വഭാവമുണ്ട്. എങ്ങനെയുണ്ടോ? ഡ്രാക്കുളയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചിരി വരുമോ? അല്ല, കാണുമ്പോ ഭയങ്കര പേടിയാ. എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടാ, പക്ഷെ കാണാൻ ഭയങ്കര പേടിയാ. കണ്ടു കഴിഞ്ഞാൽ പിന്നെ റൂമിന് പുറത്തിറങ്ങാനൊക്കെ പേടിയാ. ആണോ? പിന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താന്നറിയില്ല, കുറച്ചു നേരം കഴിയുമ്പോ എനിക്ക് എന്തൊക്കെയോ ഒരു ചിരി വരുമോ? അപ്പൊ ഈ ഡ്രാക്കുളയൊക്കെ കണ്ടിട്ട് ചിരിക്കുവാന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് സംശയം വരുന്നുണ്ട്, പേടിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ജീവിതം ഒരു നിങ്ങൾക്ക് നല്ല ക്ഷമാശീലം വേണ്ടി വരുമല്ലോ മിക്കവാറും. തീർച്ചയായിട്ടും. റെഡി, അതൊക്കെ പോറും, അതൊക്കെ മാറിക്കോളും കേട്ടോ. അതൊക്കെ ചിലപ്പോ ഈ ചില ഹൊറർ സിനിമ കണ്ടാൽ അറിയാൻ ചിരിച്ചു പോകും. ഹൊറർന്ന് എഴുതി വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്കിനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 70,000. കച്ചവടം കൊള്ളാം. വച്ചടി കയറുകയാണ്. കുട്ടേട്ട, ആതിര ഫ്രം പെരുമ്പാവൂർ ഈസ് മേക്കിംഗ് ഹിസ്റ്ററി കേട്ടോ. ഓക്കെ, മോണിറ്റർ. ചെറിയൊരു ചോദ്യമാണ്. ഹിമകരടിയുടെ തൊലിയുടെ നിറം എന്താണ്? ഓപ്ഷൻ എ കറുപ്പ്, ഓപ്ഷൻ ബി മഞ്ഞ, ഓപ്ഷൻ സി വെള്ള, ഓപ്ഷൻ ഡി ചാരം, ഓപ്ഷൻ ഇ തവിട്ട്. പോളാർ ഡിയറിന്റെ സ്കിൻ കളർ, ഹിമകരടിയുടെ തൊലിയുടെ നിറം. സംശയം ഉണ്ടെങ്കിൽ പിടിവള്ളി എടുക്കാം അല്ലേ? ആരുടെ പിടിവള്ളി? ആ കുട്ടേട്ടനോട് ചോദിക്കാം. കുട്ടേട്ട, കരുണ കാണിക്കൂ. നിങ്ങൾ 3 പേരുടെ ആലോചിച്ച് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ അമ്മയുടെ അഭിപ്രായം കൂടെ എടുത്തു. ഹിമകരടിയുടെ നിറം, തൊലിയുടെ നിറമാണ് ചോദിച്ചിരിക്കുന്നത്. സ്കിൻ കളർ കറുപ്പ്, മഞ്ഞ, വെള്ള, ചാരം, തവിട്ട്.
ചാരാന്ന് എനിക്ക് അത് ഉറപ്പില്ല. ചാരക്കളറാന്ന് തോന്നുന്നു. ചാരക്കളറാണെന്ന് തോന്നുന്നതേ ഉള്ളൂ, സംശയമുണ്ട്. അപ്പോ ആതിരയ്ക്ക് വേണമെങ്കിൽ ഇത് ചേരാം, അതല്ലെങ്കിൽ ആതിരയ്ക്ക് ഇഷ്ടമുള്ള ഉത്തരം പറയാം. ഒരു കുട്ടേട്ടനും കൂടെ ഉണ്ട്. ഈ കുട്ടേട്ടനോട് ചോദിക്കാം. ആ കുട്ടേട്ടൻ ആള് ശരിയല്ലേ? ഉറപ്പ് പറയാത്തോണ്ട് നമുക്ക് ഈ കുട്ടേട്ടനോട് ചോദിക്കാം അല്ലേ? ആതിര, വീണ്ടും ഞാൻ 2 ഓപ്ഷൻസ് നൽകും. അതിൽ ഒന്ന് ശരിയുത്തരമാണ്. എ കറുപ്പ്, ഇ തവിട്ട്. സർ ഓപ്ഷൻ ഇ തവിട്ട്. എല്ലാം ഉറച്ചു നിൽക്കുന്നുണ്ടോ? കൂട്ടോ? കൂട്ടാം സർ. ഉറപ്പല്ലേ? എനിക്ക് ഉറപ്പില്ല. ഇപ്പൊ പുടിയില്ലേ? നമ്മളീ പടമൊക്കെ കാണുമ്പോ ഒരു വെള്ള ആ ഒരു കറുപ്പ്, ഞാൻ സാധാരണ വ്യൂവേഴ്സ് അല്ലേ ഹിമക്കരടി, ഞാൻ ആ വെള്ള അങ്ങനത്തെ ഒരു ഇതാ ഉദ്ദേശിച്ചേ. കറുപ്പ് ടെൻഷൻ അടിച്ചൂടെ വീഴരുത്. എനിക്കതാ പേടി. അത് കേട്ട കഴിഞ്ഞപ്പോഴേ ഞാൻ പെട്ടെന്ന് അങ്ങ് ഉത്തരം ശരിയാന്നോ തെറ്റാന്നോ പറയുന്നത് കൊണ്ടാ. ഓക്കെ, ഏതാ പറഞ്ഞോളൂ. കറുപ്പ്, ഞാൻ ഹിമക്കരടി എന്ന് പറഞ്ഞ ഫോട്ടോ കണ്ടതിൽ കറുപ്പ് ഞാൻ ഓർക്കുന്നില്ല സർ. ഏതാ ഉറപ്പുള്ളത് പറഞ്ഞു? ഏതാ ഉറപ്പുള്ളതെന്ന് പറഞ്ഞു? ഓപ്ഷൻ ഇ പൂട്ടാം. പൂട്ടോ? പൂട്ടി. ഓപ്ഷൻ ഇ തവിട്ട് പൂട്ടി. അപ്പോ ഹിമക്കരയുടെ തൊലിയുടെ നിറം തവിട്ട് നിറമാണെന്നാണ് ആതിര പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആതിര പെരുമ്പാവൂർ എംകംകാരി. ഓക്കെ, അപ്പൊ നല്ല പാട്ടുകാരിയാണ് അല്ലേ? പാട്ട് നിർത്തരുത്. ഓക്കെ, അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഹിമക്കരടിയുടെ തൊലിയുടെ നിറം കറുപ്പാണ്. ഫോട്ടോസ് ഒക്കെ കണ്ട് ആ ഒരു മഞ്ഞ്, ശരിക്കും ചൂട് ആഗിരണം ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല കളറ് കറുപ്പ് തന്നെയാണ്. ഹിമക്കരയുടെ തൊലി കറുപ്പാണ്. ഇത് നമ്മൾ കാണുന്നത് രോമമാണ്. അപ്പൊ ആതിര, വളരെ സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതില്. അപ്പൊ പ്രത്യേകിച്ച് നടേശൻ മാഷിന്റെ മകളുടെ ശിക്ഷയാണെന്ന് അറിഞ്ഞതിലും സന്തോഷം. അപ്പൊ നമ്മൾ ഇനിയും കാണും. ഓക്കെ, സന്തോഷം. അപ്പൊ ഈ ആശുപത്രി പോയി മറിഞ്ഞു വീഴുന്ന പരിപാടി നിർത്തണം. അതിനി ഒരിക്കലും പാടില്ല. പിന്നെ ഡ്രാക്കുളയൊക്കെ കണ്ടിട്ടുള്ള ചിരി അത് തുടരുക. അത് നല്ല സ്വഭാവമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ. എന്താണ്? ഞങ്ങള് യാത്രികന്റെ ആൾക്കാരാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ ഒരു പ്ലാനൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. മേ ബി നെക്സ്റ്റ് ഇയർ ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്കും പോണെന്നാണ്. ഇന്ത്യ എല്ലാം കവർ ചെയ്തിട്ട് ഇന്ത്യയുടെ ഈ സൈഡിൽ കൂടെ പോയി 10 രാജ്യങ്ങളൊക്കെ ചെന്ന് മലേഷ്യ അവിടെയൊക്കെ ചെന്നിട്ട് തിരിച്ച് ഇന്ത്യ ഫുൾ കവർ ചെയ്ത് തന്നെ തിരിച്ചു വരണം എന്നാണ് ആഗ്രഹം. അപ്പൊ മാഷൊക്കെ കൂടിയാണ് പ്ലാനൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിപ്പോ അതിലേക്ക് കയറിയിട്ടുണ്ട്. രാജ്യാന്തര യാത്രയൊക്കെ നടത്തി ചുറ്റി വരും അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ പോയി കറങ്ങിയൊക്കെ തിരിച്ചു വരിക. ഓക്കെ, അപ്പൊ യാത്ര ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താ മാഷേ? കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറെ ആളുകളെ പരിചയപ്പെടാൻ പറ്റും. നമുക്ക് തികച്ചും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത പല ആളുകളുമായിരിക്കും നമുക്ക് ലൈഫിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതെ, കറക്റ്റ്. മാത്രമല്ല മനസ്സിന് വലിപ്പം കൂടും. വലിപ്പം കൂടും അല്ലേ? സത്യമാണ്. ഓക്കെ, നമ്മൾ ഈ അടി വെക്കുന്ന കാര്യങ്ങൾക്കൊന്നും അർത്ഥമില്ലെന്ന് മനസ്സിലാവും. സത്യമായിട്ട്. റെഡി? അപ്പൊ ആതിര അതിന്റെ കൂടെ ചേരുക. ഓക്കെ, അപ്പൊ ദാമ്പത്യമൊക്കെ പുഷ്പിച്ച് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധമായ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് കുട്ടേട്ടാ ലെവൽ 1. അപ്പൊ ആതിര, ഞാൻ ഐശ്വര്യമായിട്ട് ചെക്കൊക്കെ ഒപ്പിട്ടു. 6000 രൂപയുടെ ചെക്കുണ്ട്. നമുക്ക് വാങ്ങിച്ച് സന്തോഷമായിട്ട് നമുക്ക് ഇവിടെ വാങ്ങാം. അപ്പോ ആതിര, 6000 രൂപയുടെ മൈജി നൽകുന്ന പ്രൈസ് മണിയാണ്. ഇനി നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. ഈ വേദിയിൽ വന്ന് മത്സരിക്കാൻ കാണിച്ച മഹാമനസ്കത. പ്രൈസസ് ആതിര ഈസ് ഫോർ പാർട്ടിസിപ്പേഷൻ ദ ഫ്ലവേഴ്സ് 1 കോടി. അപ്പൊ താങ്ക് യു ആതിര. താങ്കളുടെ എല്ലാ ശ്രമങ്ങളും, പ്രത്യേകിച്ച് യാത്രക്കെടുത്ത തീരുമാനം, അത് വളരെ നല്ലതാ. യാത്ര ചെയ്യുക, മനസ്സിനെ വല്ലാതെ വളർത്തുക. ഓക്കെ, മറ്റുള്ളവരെ കൂടുതൽ തിരിച്ചറിയാനും കഴിയട്ടെ. അപ്പൊ യാത്രയുടെ വഴി ഇതുവഴി. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് ബൈ.